എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ലേൺ വൈസിന്റെ പുതിയൊരു ഹിസ്റ്ററി വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ MHI 101 ഏൻഷ്യന്റ് ആൻഡ് മിഡീവൽ സൊസൈറ്റീസ് എന്ന പേപ്പറിന്റെ ഒന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള ഏർലി ഹ്യൂമൻ സൊസൈറ്റീസ് എന്ന ചാപ്റ്ററിനെ പറ്റിയാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഹ്യൂമൻസ്, നമ്മൾ മനുഷ്യർ, ഹോമോസാപ്പിയൻസ് എല്ലാ കാലഘട്ടത്തിലും സോഷ്യലി വളരെയധികം ഗിവ് ആൻഡ് ടേക്കുകൾ നടത്തിയിട്ടാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സോഷ്യലി നമുക്ക് കുറെ അധികം ഹിസ്റ്ററി നമുക്ക് ചർച്ച ചെയ്യാനായിട്ടുണ്ട്. സോഷ്യലി, കൾച്ചറലി, ഹ്യൂമൻ ഇവല്യൂഷന് പുറമെ നമുക്ക് ഈ ഒരു മേഖലയിൽ കൂടിയുള്ള ഒരു എവല്യൂഷനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ബയോളജിക്കൽ എവല്യൂഷൻ ആൻഡ് സോഷ്യോ കൾച്ചറൽ എവല്യൂഷൻ നമ്മൾ മനുഷ്യർക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സൊസൈറ്റൽ ലൈഫിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, എങ്ങനെയാണ് മനുഷ്യർ ഇത്രത്തോളം കോഓപ്പറേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് തയ്യാറായത്, എങ്ങനെയാണ് ഈ ഗിവ് ആൻഡ് ടേക്ക് ഇന്ന് കാണുന്ന രീതിയിലേക്ക് നമ്മളുടെ ലോകത്തെ ഡെവലപ്പ് ചെയ്തത്, വ്യത്യസ്ത ഹ്യൂമൻ സൊസൈറ്റികൾ, വ്യത്യസ്ത കൾച്ചർ, വ്യത്യസ്ത സിവിലൈസേഷൻസ്, വ്യത്യസ്ത രീതികൾ, ഈ പറയുന്ന എല്ലാ മേഖലകളെ പറ്റിയും നമ്മൾ ഈ ഒരു പേപ്പറിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഈ ഒരു പേപ്പറിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് കൂടിയാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് ആണ് നമ്മളുടെ ബേസിക് ഐഡിയാസ് ഈ ഒരു പേപ്പറിന് വേണ്ടിയിട്ടുള്ളതായിട്ട് സെറ്റ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം തന്നെ സോഴ്സസ് ഓഫ് സ്റ്റഡീസ്, നമ്മൾ എങ്ങനെയാണ് കഴിഞ്ഞുപോയ കാലഘട്ടത്തെ പറ്റിയിട്ടുള്ള, പ്രത്യേകിച്ചും നമുക്ക് ഹിസ്റ്ററിക്കലി ഡോക്യുമെന്റ് അവൈലബിൾ അല്ലാത്ത പ്രീ ഹിസ്റ്റോറിക് ആയിട്ടുള്ള, നമുക്കറിയാം ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമുക്ക് ലിറ്റററി എത്രത്തോളം നമുക്ക് എഴുത്ത്, അതുപോലെ തന്നെ നമുക്ക് എത്രത്തോളം ഡെപ്പിക്റ്റഡ് ആയിട്ടുള്ള ഹിസ്റ്ററി നമ്മുടെ കയ്യിലുണ്ടോ അതിന് മുമ്പുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ പ്രീ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതായത് മനുഷ്യൻ എഴുത്തോ അല്ലെങ്കിൽ മനുഷ്യൻ എഴുതി വെച്ചിട്ടില്ലാത്ത കാലഘട്ടത്തെ പറ്റി. അപ്പോൾ പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടത്തെ പറ്റി നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്? അത് പ്രധാനമായിട്ടും ആർക്കിയോളജി തന്നെയാണ് നമ്മളുടെ ഒരു മാർഗം എന്ന് പറയുന്നത്. വ്യത്യസ്ത സ്കോളേഴ്സ്, റേഡിയോ കാർബൺ, ജനറ്റിക് സ്റ്റഡീസ്, അതുപോലെ തന്നെ ഈ പറയുന്ന സെറ്റിൽമെന്റ് പാറ്റേൺ, സബ്സിസ്റ്റൻസ് പാറ്റേൺ, നമ്മൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, ഓരോ ഹ്യൂമൻ സിവിലൈസേഷൻ എന്തൊക്കെ ഭക്ഷണമാണ് കഴിച്ചിരുന്നത്, എങ്ങനെയാണ് അവർ താമസിച്ചിരുന്നത്, അവരുടെ വസ്ത്രം, അവരുടെ വീടുകൾ, അല്ലെങ്കിൽ അവരുടെ ഇറിഗേഷൻ സിസ്റ്റം, അവരുടെ കൃഷി, അവരുടെ ഡൊമസ്റ്റിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ തന്നെ നമ്മൾ ഈ ആർക്കിയോളജിയുടെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ കണ്ടംപററി ഫോറേജിംഗ് ഗ്രൂപ്പുകൾ, നമുക്കറിയാം മനുഷ്യൻ വളരെ വലിയൊരു കാലഘട്ടത്തിൽ ഹണ്ടർ ഗ്യാദറേഴ്സ്, അതായത് നായാടി പറക്കികളായിട്ടാണ് ജീവിച്ചിരുന്നത്. നമ്മൾ മറ്റ് ജീവികളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവയെ ഭക്ഷിച്ചും, അതുപോലെ തന്നെ കാടുകളിലും മറ്റും കായ്കനികൾ ഭക്ഷിച്ചും അത് ശേഖരിച്ചൊക്കെയാണ് നമ്മൾ ജീവിച്ചിരുന്നത്, അഗ്രികൾച്ചറിലേക്ക് എത്തുന്നതിന് മുമ്പ്. അപ്പോൾ ഇന്നും ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു ജീവിത രീതി പിന്തുടരുന്ന വിഭാഗങ്ങളെ പറ്റി പഠിക്കുക, അതായത് സോഷ്യോളജിക്കൽ അപ്രോച്ച് കൂടിയാണത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആർക്കിയോളജിക്കൽ അപ്രോച്ച്, സോഷ്യോളജിക്കൽ അപ്രോച്ച്, അതുപോലെ തന്നെ ഇന്ന് നമ്മളുടെ ഏറ്റവും ഡിസ്റ്റൻസ് റിലേറ്റീവ് ആയിട്ടുള്ള ആനിമൽസിനെ പറ്റി പഠിക്കുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാം ജയന്റ് ഏപ്പ് വിഭാഗത്തിന്റെ ഒരു ഫാമിലിയുടെ ഒരു അംഗങ്ങളാണ്. അപ്പൊ നമ്മുടെ തന്നെ ഈ പറയുന്ന വലിയൊരു ഫാമിലിയിൽ ഉൾപ്പെടുന്ന വിഭാഗങ്ങളാണ് ചിമ്പാൻസിയും അതുപോലെ തന്നെ ഗൊറില്ലയും മറ്റുമെല്ലാം. അപ്പോൾ ജയന്റ് ഏപ്പ് ഫാമിലിയിലെ മറ്റ് ജീവിവർഗത്തെ പറ്റി പഠിക്കുന്നത് വഴി നമ്മുടെ ആൻസിസ്റ്റേഴ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ പൂർവികരുടെ എവല്യൂഷന് മുമ്പ് സാപ്പിയൻസ് ആയിട്ട് നമ്മൾ മാറുന്നതിന് മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്തെ പറ്റി കൂടി നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഹ്യൂമൻ എവല്യൂഷനെ പറ്റി, ബയോളജിക്കൽ എവല്യൂഷനെ പറ്റി നമുക്ക് ചെറിയൊരു ബ്രീഫ് നടത്തിക്കൊണ്ട് നമുക്ക് സോഷ്യൽ എവല്യൂഷനെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ നമുക്ക് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഫോസിൽസ് അല്ലെങ്കിൽ നമ്മുടെ ആൻസിസ്റ്റേഴ്സിന്റെ ഫോസിൽസ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ആഫ്രിക്കയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ആഫ്രിക്കയിലാണ് ഈ പറയുന്ന എവല്യൂഷൻ അല്ലെങ്കിൽ ഈ ഒരു ജയന്റ് ഏപ്പുകളുടെ പലവിധത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആദ്യമായിട്ട് തുടങ്ങിയത് നമ്മൾ കണക്കാക്കുന്നു. അപ്പൊ നമ്മുടെ ഏറ്റവും ആദ്യത്തെ അല്ലെങ്കിൽ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ആൻസിസ്റ്റർ എന്ന് പറയുന്നത് ഓസ്ട്രലോപിത്തക്കസ് സ്പീഷീസ് ആണ്. നമ്മളുടെ ഹോമോസാപ്പിയൻസ് ഉൾപ്പെടുന്ന ഹോമോ എന്ന് പറയുന്ന ഫാമിലി ഈ പറയുന്ന ഓസ്ട്രാലോപിത്തക്കസിൽ നിന്നാണ് ഇവോൾവ് ചെയ്തു വന്നത് എന്നാണ് നമ്മൾ കരുതുന്നത്. ഏകദേശം 2 മുതൽ 4 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു വിഭാഗം നമ്മുടെ ലോകത്ത് ജീവിച്ചിരുന്നത്. അപ്പോൾ അതിന്റെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഫോസിൽസ് ലഭിച്ചിട്ടുള്ളത് ടാൻസാനിയയിൽ നിന്നൊക്കെയാണ്. അപ്പോൾ എക്സെപ്റ്റ് എ ബൈപ്പഡൽ ഗേറ്റ്, അതായത് ഇരുകാലിൽ നിൽക്കാൻ അല്ലെങ്കിൽ ഇരുകാലിൽ കുറച്ച് ദൂരം യാത്ര ചെയ്യാനുള്ള ഒരു കഴിവിനെ അപേക്ഷിച്ച് ഇന്ന് കാണുന്ന ഹോമോസാപ്പിയൻസ് നിന്ന് വളരെ വലിയ രീതിയിലുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു വളരെ വലിയ രീതിയിലുള്ള ഒരു പഴമയാണ് ഈ വിഭാഗത്തിൽ ഉണ്ടായിരുന്നത്. ദ നെക്സ്റ്റ് ഹ്യൂമൻ ഹോമിനിഡ് ഫോസിൽ ഈസ് ഹോമോ ഹാബിലിസ്. അപ്പൊ അടുത്തതായിട്ടുള്ള ഒരു നമ്മുടെ ഹ്യൂമൻ ആൻസിസ്റ്റർ എന്ന് പറയുന്നത് ഹോമോ ഹാബിലിസ് ആണ്. ഏകദേശം 2 മില്യൺ ഇയേഴ്സ് എഗോ ആണ് ഹോമോ ഹാബിലിസ് നമ്മുടെ ലോകത്ത് ജീവിച്ചിരുന്നത്. മറ്റ് ഈ പറയുന്ന ഹോമോ ഗ്രൂപ്പുകളിൽ നിന്ന് അപേക്ഷിച്ച് ഹോമോ ഹാബിലിസിന് വളരെ വലിയൊരു അല്ലെങ്കിൽ മറ്റ് ആസ്ട്രോലോപിത്തക്സിനെ അപേക്ഷിച്ച് വളരെ വലിയൊരു ബ്രെയിൻ സൈസ് ഇൻക്രീസ് ആയത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ് തീർച്ചയായിട്ടും നമ്മുടെ ബോഡിയെ അപേക്ഷിച്ച് വലിയൊരു ബ്രെയിൻ സൈസ് നമുക്കുള്ളത്. മറ്റ് ആനിമൽസിനെ അപേക്ഷിച്ച് അത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഹ്യൂമൻസിന്. ഹോമോ ഹാബിലിസിന് ശേഷം നമ്മുടെ ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടായിരുന്നത് ഹോമോ എറക്ടസ് ആണ്. ഏകദേശം 1.5 ബില്യൺ ഇയേഴ്സ് അഗോ കാലഘട്ടത്തിലാണ് ഹോമോ എറക്ടസ് നമ്മുടെ ലോകത്ത് ജീവിച്ചിരുന്നത്. ആഫ്രിക്കയിൽ മാത്രമല്ല, ആദ്യമായിട്ട് ലോകത്തിന്റെ മറ്റ് പല ഭാഗങ്ങളിലേക്കും യാത്ര ചെയ്യുകയും മറ്റ് സ്ഥലങ്ങളിൽ കുടിയേറി പാർക്കുകയും ചെയ്ത ഒരു ഹോമോ സ്പീഷീസ് ആണ് ഹോമോ എറക്ടസ് എന്ന് പറയുന്നത്. ഹോമോ എറക്ടസ് എന്ന് പറയുന്ന അപ്രൈറ്റ് മാൻ എന്നുള്ളതാണ്. അതായത് കംപ്ലീറ്റ്ലി നിവർന്നു നിന്ന് നടക്കുവാനായിട്ടുള്ള ഒരു ശേഷി കൈവരിച്ച ഒരു ഹോമോ ഗ്രൂപ്പാണ് ഹോമോ ഇറക്ടസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഒരു ഗ്രാഫ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഹോമോ ആസ്ട്രോലോപിത്തക്കസിൽ നിന്ന് പിന്നീട് ഹോമോ ഹാബിലിസും ഹോമോ റുഡോഫൽസും ഇവോൾവ് ചെയ്ത് മാറുന്നു. അതിൽ നിന്ന് ഹോമോ ഹാബിലിസിൽ നിന്ന് അടുത്തടുത്ത
ഘട്ടങ്ങളായിട്ട് വ്യത്യസ്ത എവല്യൂഷനുകൾ വഴി വ്യത്യസ്ത ഗ്രൂപ്പുകൾ ഉണ്ടാവുന്നു. പിന്നെ അവസാനമായിട്ട് ഹോമോസാപ്പിയൻസും ഹോമോ നിയാണ്ടർതാലൻസിസും രണ്ട് കസിൻ ഗ്രൂപ്പുകൾ പോലെ നിലനിൽക്കുന്നു. അപ്പോൾ മറ്റൊരു നമ്മളുടെ ഒരു കസിൻ എന്ന് വിളിക്കാൻ പറ്റുന്ന മറ്റൊരു ഹോമോ ഗ്രൂപ്പ് ആയിരുന്നു ഹോമോ നിയാണ്ടർതാലൻസിസ്. വളരെ കാലം നമ്മുടെ യൂറോപ്പിലും മറ്റ് പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കസിൻ റിലേറ്റീവ് എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു ജീവിവർഗമായിരുന്നു ഹോമോ ഗ്രൂപ്പിലെ ഹോമോ നിയാണ്ടർതാലൻസിസ്. പക്ഷെ പിന്നീട് ഹോമോ നിയാണ്ടർതാലൻസിസും എക്സ്റ്റെൻറ്റ് ആയി പോയി. ഇന്ന് ഈ ഒരു ഹോമോ ഗ്രൂപ്പിലെ ഒരു ഏക കണ്ണി അല്ലെങ്കിൽ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടൊരു ഗ്രൂപ്പായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് നമ്മളെയാണ്. ഹോമോസാപ്പിയൻസ് എന്ന് വിളിക്കുന്നത് നമ്മളെയാണ്. ഏകദേശം 1,20,000 മുതൽ 60,000 ഇയർ വരെ ഏജ് ഉള്ള ഒരു അസ്ഥികൂടമാണ് നമ്മളുടെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഫോസിൽ റിമെയിൻ എന്ന് പറയുന്നത്. ഏകദേശം അതിൽ നിന്നുള്ള പഠനം വഴി ഏകദേശം 2 ലക്ഷം വർഷം മുമ്പാണ് നമ്മൾ ഈ ഒരു എവല്യൂഷണറി ചാർട്ട് അല്ലെങ്കിൽ ഹോമോസാപ്പിയൻസ് ആദ്യമായിട്ട് ഇവോൾവ് ചെയ്തുണ്ടായത് എന്ന് നമ്മൾ കണക്കാക്കുന്നു. ഏകദേശം 1,20,000 വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ആഫ്രിക്കയിലാണ് നമ്മളുടെ ഹോമോസാപ്പിയൻസിന്റെയും എവല്യൂഷൻ ചെയ്തു വന്ന ഒരു സ്ഥലം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏകദേശം 1,20,000 വർഷം മുമ്പ് ആഫ്രിക്കയിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഹോമോസാപ്പിയൻസ് കുടിയേറി പാർക്കുകയാണ്. അപ്പോൾ ഈ ഒരു യാത്രയിലാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ പറയാൻ പോകുന്ന ഹ്യൂമൻ സൊസൈറ്റികളും അതുപോലെ തന്നെ സിവിലൈസേഷൻസും വ്യത്യസ്ത ഹ്യൂമൻ ഗ്രൂപ്പിങ്ങും അതുപോലെ തന്നെ വ്യത്യസ്ത കൾച്ചർ, ലാംഗ്വേജ്, മറ്റ് പല കാര്യങ്ങളും നമ്മൾ ഹ്യൂമൻസ് അക്വയർ ചെയ്യുകയും അത് സ്വായത്തമാക്കുകയും അതിൽ നിന്ന് ഈ കാണുന്ന രീതിയിലേക്കുള്ള ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റ് നമ്മൾ സാധ്യമാക്കുകയും ചെയ്തിട്ടുള്ളത്. ദ ഹ്യൂമൻസ് വെർ ക്യാരിങ് ദ നോളജ് ഓഫ് അക്വയർഡ് ബൈ ദർ ആൻസെസ്റ്റേഴ്സ്. അപ്പോൾ ഹ്യൂമൻസ് എന്ന് പറയുന്നത് ഈ ഒരു മൊത്തത്തിലുള്ള ഗ്രൂപ്പുകളെ, അതായത് ഹോമോജീനസ് ഗ്രൂപ്പിൽ പെടുന്ന എല്ലാവരെയും നമ്മൾ ഹ്യൂമൻസ് എന്ന് വിളിക്കാറുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ആ ഗ്രൂപ്പുകളെല്ലാം തന്നെ മരിച്ചു പോയതുകൊണ്ട് ഹ്യൂമൻസ് എന്ന് നമ്മൾ പ്രധാനമായിട്ടും വിശേഷിപ്പിക്കുന്നത് നമ്മളെയാണ്, ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന സ്പീഷീസ് വിഭാഗത്തെയാണ്. അപ്പോൾ ഈ ഒരു ഇവല്യൂഷണറി ഹിസ്റ്ററിയെ പറ്റി സംസാരിച്ചതിന് ശേഷം നമുക്ക് അടുത്തതായിട്ടുള്ള സോഷ്യൽ ഹിസ്റ്ററിയെ പറ്റി നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ ഈ പറയുന്ന ലോകത്തെ നോക്കിക്കണ്ടതും മറ്റ് ജീവികളിൽ നിന്ന് അപേക്ഷിച്ച് നമ്മൾ ഈ ഒരു ലോകത്തെ മാറ്റിയെടുക്കുന്നു. അപ്പോൾ എന്താണ് ഹ്യൂമൻസ്, വൈ ഹ്യൂമൻസ് ആർ ഡിഫറെന്റ് ഫ്രം ആനിമൽസ്? അപ്പോൾ പ്രധാനമായിട്ടും 6 ഡിഫറൻസുകളാണുള്ളത്. ഒന്ന്, നമ്മൾ ടൂളുകൾ ഉപയോഗിക്കും, അതുപോലെ തന്നെ കുക്കുടുമായിട്ടുള്ള മീറ്റുകൾ നമ്മൾ കഴിക്കുന്നതാണ്, ഫുഡ് നമ്മൾ കഴിക്കുന്നതാണ്. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള ഒരു കഴിവ്. നമുക്കറിയാം മറ്റ് ജീവികളെ അപേക്ഷിച്ച് വലിയ രീതിയിലുള്ള ബന്ധങ്ങളും വലിയ രീതിയിലുള്ള സോഷ്യൽ റിലേഷൻസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇന്ന് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ UNO മുതൽ അതുപോലെ തന്നെ പല രാജ്യങ്ങൾ, ഒരു രാജ്യത്ത് തന്നെ എത്രയോ കോടിക്കണക്കിന് ജനങ്ങളുള്ള ഒരു രാജ്യവ്യവസ്ഥകൾ പോലും നമ്മുടെ ലോകത്ത് നിന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു സിസ്റ്റം നിർമ്മിക്കുവാനായിട്ട് മറ്റ് ജീവികൾക്ക് കഴിയില്ല എന്നുള്ളത് നമ്മളുടെ ഒരു കഴിവ് തന്നെയാണ്. അപ്പോൾ കിൻഷിപ്പ്, രക്തബന്ധങ്ങളിൽ ഊന്നിയിട്ടുള്ള, അതുപോലെ തന്നെ രക്തബന്ധങ്ങളും അല്ലാതെയുമുള്ള റിലേഷൻഷിപ്സ് നമുക്ക് ലോകത്ത് ഉണ്ട്. അപ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു മാറ്റത്തിന് വഴിവെച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ബാർട്ടർ സിസ്റ്റം, എക്സ്ചേഞ്ച് സിസ്റ്റം, നമുക്ക് നമ്മുടേതായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ടുള്ള സാധനങ്ങൾ കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുവാനുള്ള, അത് ഇന്ന് മണി റിലേഷൻസ് വരെ എത്തി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ സിസ്റ്റം ആയിട്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഹ്യൂമൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹൈലി ഡെവലപ്ഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം യുണീക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. ഇൻവെന്റ് ആർട്സ് നമ്മുടെ യുണീക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഗ്രോ ഫുഡ്, അഗ്രികൾച്ചർ എന്ന് പറയുന്നത് നമ്മുടേതായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ്. ആനിമൽസും ഹ്യൂമൻസും തമ്മിലുള്ള ഈ ഒരു വലിയൊരു വ്യത്യാസത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഇന്നോവേഷൻസ് അല്ലെങ്കിൽ മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളാണ്. നമുക്ക് ടൂൾസ് ഉണ്ടാക്കാൻ അറിയാം, നമുക്ക് വെപ്പൺസ് ഉണ്ടാക്കാൻ അറിയാം, നമുക്ക് ഫയർ എങ്ങനെയാണ് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാം. അപ്പോൾ ഈ ഒരു ഇന്നോവേഷൻസ് ആണ് നമ്മളുടെ നേരത്തെ പറഞ്ഞ വ്യത്യാസങ്ങളിലേക്ക് വഴിവെക്കുന്നത്. അല്ലെങ്കിൽ ഹ്യൂമൻസിനെ എന്ന് കാണുന്ന രീതിയിൽ സോഷ്യലി ഇവോൾവ് ചെയ്യുന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നതിൽ ഒന്ന് ഹ്യൂമൻസിന്റെ ഇന്നോവേഷൻസ് അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങളാണ്. അപ്പോൾ ആസ്ട്രലോപിത്തക്കസ് ആണ് ആദ്യമായിട്ട് ടൂൾസ് ഉപയോഗിച്ചിരുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് വിത്ത് ആർക്കിയോളജിക്കൽ എവിഡൻസ്. അവയുടെ ടൂൾസ് പ്രധാനമായിട്ടും ബോൺ കൊണ്ട്, മരങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അസ്ഥി കൊണ്ടോ ഉണ്ടാക്കിയിരുന്നായിരുന്നു. പിന്നീട് ഏകദേശം 2.5 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ആൻസിസ്റ്റേഴ്സിന് കല്ലുകൊണ്ട് എങ്ങനെയാണ് ഈ പറയുന്ന വെപ്പൺസ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായി വരുന്നത്. അതിനുശേഷമുള്ള കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും നമ്മുടെ ഏതൊരു ഹ്യൂമൻ ഗ്രൂപ്പുകളായാലും, ഇപ്പോൾ നിയാണ്ടർതാൽ ആയിക്കോട്ടെ, ഹോമോസാപ്പിയൻസ് ആയിക്കോട്ടെ, ഹോമോ എറക്ടസ് ആയിക്കോട്ടെ, ഇവയുടെ എല്ലാം തന്നെ പ്രധാനപ്പെട്ട വെപ്പൺസ് ആൻഡ് ടൂൾസ് എന്ന് പറയുന്നത് ഈ പറയുന്ന സ്റ്റോൺ ടൂൾസ് ആയിരുന്നു. നമ്മുടെ പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടത്തിൽ നമ്മൾ പ്രധാനമായിട്ടും തരംതിരിക്കുന്നത് പോലും ഈ സ്റ്റോൺ ടൂൾസിൽ വന്നിട്ടുള്ള അപ്ഗ്രേഡേഷൻസ് വെച്ചിട്ടാണ്. നമ്മളൊക്കറിയാം പാലിയോലിത്തിക്, മീസോലിത്തിക്, അതുപോലെ തന്നെ നിയോലിത്തിക്. ഏകദേശം ഒരു 10,000 അല്ലെങ്കിൽ 10,000 വർഷം പോലും നമ്മൾ ആയിട്ടില്ല നമ്മൾ മെറ്റൽസ് ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. അപ്പോൾ ഈ ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ ഈ കണ്ടുപിടുത്തങ്ങളുടെ ഇമ്പാക്ട് വലിയ രീതിയിൽ നമ്മുടെ ഹ്യൂമൻസിന്റെ സോഷ്യൽ ഡെവലപ്മെന്റിന് കാരണമായിട്ടുണ്ട്. ആദ്യമായിട്ട് ഫയർ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത എവിഡൻസ് ഉള്ളത് ഏകദേശം 5 ലക്ഷം വർഷം മുമ്പ് ചൈനയിലെ സുക്കോഡിയൻ കേവ്സിനുള്ളിൽ നിന്നാണ്. അത് ഹോമോ എറക്ടസ് ആണ് ആ ഒരു ഫയർ ഡൊമസ്റ്റിക്കേഷൻ തുടങ്ങി വെച്ചത് എന്നുള്ളതാണ് നമ്മൾ ആർക്കിയോളജിക്കലി വിത്ത് എവിഡൻസ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു ഹ്യൂമൻസിന് മാത്രമായുള്ള പ്രത്യേകതയാണ് കിൻഷിപ്പ് എന്ന് പറയുന്നത്. കിൻഷിപ്പ് ഹാഡ് ബീൻ ഡിഫൈൻഡ് ആസ് ദ റെക്കഗ്നിഷൻ ഓഫ് റിലേഷൻഷിപ്പ് ബേസ്ഡ് ഓൺ ഡിസെന്റ് ആൻഡ് മാരേജ്. അതായത് വിവാഹം വഴിയും സന്തതി പരമ്പര വഴിയും ഉണ്ടാക്കുന്ന ബന്ധങ്ങളെയാണ് അല്ലെങ്കിൽ ആ ഒരു ചെയിൻ ഓഫ് ബന്ധങ്ങളെയാണ് നമ്മൾ കിൻഷിപ്പ് എന്നുകൊണ്ട് വിളിക്കുന്നത്. അപ്പോൾ മറ്റൊരു ആനിമൽസിനും ഈ പറയുന്ന ബന്ധങ്ങൾ ഒട്ടും ഇല്ല. ഇപ്പോൾ നമുക്ക് മനുഷ്യർക്ക് തീർച്ചയായിട്ടും ഫാദറിനിലോ മദറിനിലോ അതുപോലെ തന്നെ ബ്രദറിനിലോ തുടങ്ങിയ
വളരെ ഡിസ്റ്റന്റ് ആയിട്ടുള്ള റിലേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും മറ്റ് ആനിമൽസിനൊന്നും ഈ ഒരു റിലേഷൻസ് ഒന്നുമില്ല. By maintaining ties with a son and daughter who moved to another group after marriage, humans created a relationship with the group to which offering has been moved. അതായത് വിവാഹം വഴി രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ ഒന്നിക്കുകയും അവർ ഒരുമിച്ച് പ്രവർത്തിക്കുകയും അങ്ങനെ ഹ്യൂമൻ സൊസൈറ്റി ഡെവലപ്പ് ചെയ്യുകയും അല്ലെങ്കിൽ ബിൽഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ കിൻഷിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബ്ലഡ് റിലേഷൻ അല്ലെങ്കിൽ ബയോളജിക്കൽ റിലേഷൻഷിപ്പ് മാത്രമല്ല, രണ്ടുപേർ മാരേജ് ചെയ്യുന്നത് വഴി അവരുമായിട്ട് ബന്ധിപ്പിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന രണ്ട് ഗ്രൂപ്പുകൾ തന്നെ സോഷ്യലി ഒരുമിക്കുന്ന അല്ലെങ്കിൽ സോഷ്യലി പരസ്പരം കൊടുക്കൽ വാങ്ങലിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ഹ്യൂമൻസിന് മാത്രമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഈ പറയുന്ന കിൻഷിപ്പ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ കിൻഷിപ്പ് ഇമേർജ് ചെയ്തത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കിൻഷിപ്പ് ഉണ്ടായി വന്നത് എന്നുള്ളതിനെ പറ്റി വ്യത്യസ്ത തിയറികൾ നിലവിലുണ്ട്. അപ്പോൾ ആർ ഫോക്സ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്റെ അഭിപ്രായ പ്രകാരം കിൻഷിപ്പ് പ്രധാനമായിട്ടും നമ്മൾ ഒരു നോൺ വെജിറ്റേറിയൻ ഡയറ്റിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടായത് എന്നുള്ളതാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അതായത് ആദ്യം നമുക്കറിയാം, പ്രധാനമായിട്ടും ഈ കാടുകളിലും മറ്റും ഉണ്ടായിരുന്ന കായ്കനികളും മറ്റും ഭക്ഷിച്ചുകൊണ്ടാണ് ഹ്യൂമൻ ഗ്രൂപ്പുകൾ നിലനിന്നിരുന്നത്. എന്നാൽ അതിൽ നിന്ന് മാറി പ്രധാനമായിട്ടും നോൺ വെജിറ്റേറിയൻ ഡയറ്റിലേക്ക്, അതായത് ഹണ്ട് ചെയ്ത് പ്രധാനമായിട്ടും നോൺ വെജിറ്റേറിയൻ ആയിട്ട് നമ്മൾ മാറുന്നതിന്റെ കാലഘട്ടത്തിലാണ് ഈ പറയുന്ന കിൻഷിപ്പുകൾ ഇമേർജ് ചെയ്തത് എന്നുള്ളതാണ് ആർ ഫോക്സ് ബിലീവ് ചെയ്യുന്നത്. അതായത് നമ്മൾ കൂടുതൽ ഹണ്ടിങ്ങിലേക്ക് ഏർപ്പെടുന്ന കാലഘട്ടത്തിൽ, അതായത് നമ്മൾ കൂടുതൽ ഹണ്ട് ചെയ്യാനും മറ്റും പോകുന്ന ഒരു കാലഘട്ടത്തിൽ സെക്സ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഡിവിഷൻ നമ്മളുടെ ജോലികളിൽ വരികയാണ്. അതായത് സ്ത്രീകൾക്ക് ഇന്ന ജോലി, പുരുഷന്മാർക്ക് ഇന്ന ജോലി എന്നുള്ള രീതിയിലേക്ക് ഹ്യൂമൻ സൊസൈറ്റി മാറുകയും അങ്ങനെ ഒരു ഹ്യൂമൻ സൊസൈറ്റിയിൽ സ്ത്രീയും പുരുഷനും വേണമെന്നുള്ളൊരു ആവശ്യത്തിന് പുറത്ത് അല്ലെങ്കിൽ അത് ഒരു എസെൻഷ്യൽ ആയിട്ട് മാറുന്ന അല്ലെങ്കിൽ ഒരു നെസസിറ്റി ആയിട്ട് മാറുന്ന സാഹചര്യത്തിലാണ് ഈ വിവാഹങ്ങളും അതുപോലെ തന്നെ മറ്റ് ഈ പറയുന്ന ബന്ധങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകത കൂടുതൽ ഹ്യൂമൻസിന് ഉണ്ടാകുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് ആർ ഫോക്സ് ബിലീവ് ചെയ്യുന്നത്. അതായത് ഹണ്ട് ചെയ്യാൻ പോകുമ്പോൾ നമുക്കറിയാം വലിയൊരു ഹ്യൂമൻ ഗ്രൂപ്പുകളുടെ ആവശ്യമുണ്ട്, ഒരു ആനിമലിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാനായിട്ട് കൂടുതൽ മനുഷ്യ ഗ്രൂപ്പുകളുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെക്സ് ബേസ് ചെയ്തിട്ടുള്ള ഡിവിഷൻ നമ്മളുടെ ലേബറിന്, അതായത് ജോലികൾ സെക്സ് ബേസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുന്ന കാലഘട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന കിൻഷിപ്പുകൾ ഉയർന്നു വരുന്നത്. അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ട് മനുഷ്യർ കൂടുതൽ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരുമ്പോൾ ഒരു ആണും പെണ്ണും ഈ പറയുന്ന ഒരു ജോലിയിൽ ആവശ്യമുണ്ട് എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ പറയുന്ന മാരേജസ് അതുപോലെ തന്നെ സന്തതി പരമ്പര അതുമൂലമുള്ള കൂടുതൽ വളരെ എക്സ്റ്റൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൈഡർ ആയിട്ടുള്ള ഒരു സോഷ്യൽ ഗ്രൂപ്പുകളിലേക്ക് മനുഷ്യൻ കിടക്കുന്നതെന്നാണ് ആർ ഫോക്സ് അവകാശപ്പെടുന്നത്. ഹ്യൂമൻസ് ഇൻവെന്റഡ് എക്സോഗമി, ദ റൂൾ വെർ ബൈ വൺ മസ്റ്റ് മാരി ഔട്ട്സൈഡ് ഓഫ് എ സർട്ടൻ ഗ്രൂപ്പ്. അതായത് എക്സോഗമി നമ്മുടെ സൊസൈറ്റിയിൽ വളരെയധികം നിലനിൽക്കുന്നതാണ്. അതായത് നമ്മൾ കൂടുതൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സോഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുവാനായിട്ട് മറ്റൊരു ഗ്രൂപ്പുമായിട്ട് വിവാഹബന്ധം സ്ഥാപിക്കുകയും, ഇപ്പൊ നമ്മൾ പണ്ട് കേൾക്കുന്ന അല്ലെങ്കിൽ പണ്ട് നമ്മൾ വായിക്കുന്ന കഥകളിലെല്ലാം തന്നെ ഈ പറയുന്ന ഇൻക്ലൂഡിങ് രാജവംശത്തിനും അല്ലെങ്കിൽ മറ്റ് മേഖലയിലും എല്ലാം ഈ ഒരു സാഹചര്യം നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇത് പണ്ട് കാലങ്ങളിലെ മുതലേ നമ്മളുടെ ഹ്യൂമൻ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് മാറുകയും നമ്മൾ ഇങ്ങനെ വിവാഹങ്ങളും അതുപോലെ തന്നെ സന്തതി പരമ്പരയും അതുപോലെയുള്ള ബന്ധങ്ങൾ വഴി നമ്മൾ കൂടുതൽ അംഗസംഖ്യ വർദ്ധിപ്പിച്ചു വരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. വെൻ ഡിഡ് കിൻഷിപ്പ് എമർജ്? അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു കിൻഷിപ്പിന്റെ ഒരു ആർക്കിയോളജിക്കൽ എവിഡൻസ്, ഏറ്റവും പഴക്കമുള്ള എവിഡൻസ് എന്ന് പറയുന്നത് 17,000 ഇയർ മുമ്പ് കൊൺ ഒംബോ എന്ന് പറയുന്ന ഈജിപ്തിന്റെ പ്രദേശത്ത് നമുക്ക് ക്ലസ്റ്റർ ഓഫ് സെറ്റിൽമെന്റ്സ് കാണാനായിട്ട് സാധിക്കും. അതായത് ഒരു സെറ്റിൽമെന്റിലെ തന്നെ പല ക്ലസ്റ്ററുകൾക്കുള്ളിൽ ഏകദേശം 25-30 ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്ന പലവിധ ക്ലസ്റ്ററുകൾ ഒരു പ്രദേശത്ത് കാണാനായിട്ട് സാധിക്കും. അതായത് വ്യത്യസ്ത ഗ്രൂപ്പുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമായിട്ട് കൊണ്ടൊമ്പോ ഏകദേശം 17,000 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള എവിഡൻസ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. മറ്റൊരു ഹ്യൂമൻസിന്റെ പ്രത്യേകതയാണ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുകയും നമുക്ക് കൂടുതലായിട്ടുള്ള സാധനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുന്ന ആ ഒരു എക്സ്ചേഞ്ച്, ഹ്യൂമൻ എക്സ്ചേഞ്ചിനെ പറ്റിയുള്ള ഒരു ചരിത്രം കൂടി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അൺലൈക്ക് അതർ ആനിമൽസ്, ഹ്യൂമൻ ബാർട്ടർ ആൻഡ് എക്സ്ചേഞ്ച് ഗുഡ് ഫോർ വിത്ത് ഔട്ട്സൈഡേഴ്സ്. അപ്പോൾ നമുക്ക് അറിയാത്ത വിഭാഗങ്ങളായിട്ട് പോലും നമ്മളുടേതായിട്ടുള്ള എക്സസ് ആയിട്ടുള്ള സാധനങ്ങൾ അവർക്ക് കൊടുത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അവരിൽ നിന്ന് വാങ്ങുന്ന ഒരു എക്സ്ചേഞ്ച് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുന്നതിൽ നമ്മൾ വിജയിച്ചു. അതാണ് ഇന്ന് കാണുന്ന ഫൈനാൻഷ്യൽ സിസ്റ്റം ആയിട്ടൊക്കെ മാറുന്നത്. അപ്പോൾ ഈ ഒരു മാറ്റങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു കണ്ടുപിടുത്തങ്ങളാണ് മനുഷ്യനെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണങ്ങൾ എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ആർട്സ് ആൻഡ് ലാംഗ്വേജ്. നമുക്കറിയാം, ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മളുടെ വ്യത്യസ്തമായിട്ടുള്ള സൗണ്ടുകളാണ്. ഇപ്പോൾ ലാംഗ്വേജ് എന്ന് അല്ലെങ്കിൽ നമ്മളിപ്പോൾ മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും ഉണ്ടാക്കുന്നത് സൗണ്ടുകളാണ്. പക്ഷെ ആ സൗണ്ടുകൾക്ക് അർത്ഥമാവുന്നത് അല്ലെങ്കിൽ ആ സൗണ്ടുകൾക്ക് അർത്ഥമുണ്ടാവുന്നത് ആസ് എ സോഷ്യൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നമ്മൾ ഈ സൗണ്ടിന് ഇന്ന അർത്ഥം അല്ലെങ്കിൽ ഈ ഒരു സൗണ്ടിന് ഇന്ന അർത്ഥം എന്നുള്ളത് നമ്മൾ അത് കൽപ്പിച്ച് നൽകുമ്പോഴാണ്. അപ്പോൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് മോർ ദാൻ എനിത്തിങ് അത് സൗണ്ടുകൾക്ക് ഒരു സോഷ്യൽ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ സോഷ്യൽ മീനിങ് കൊടുക്കുക എന്നുള്ള ആ ഒരു പ്രോസസ്സാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. പ്രോബബ്ലി ദ ഷുവറസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഹ്യൂമൻ ഇസ് ദി എബിലിറ്റി ടു സ്പീക്ക്. അപ്പൊ നമുക്ക് എല്ലാ ആനിമൽസിനും സൗണ്ട് ഉണ്ടാക്കുവാനുള്ള ഒരു കഴിവുണ്ട്. എല്ലാ ആനിമൽസിനും വ്യത്യസ്ത രീതിയിൽ സൗണ്ട് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഹ്യൂമൻസിന്
ലാംഗ്വേജ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആസ് എ സൊസൈറ്റൽ ബീയിങ്, നമുക്കൊരു ആസ് എ സോഷ്യൽ ബീയിങ് നമുക്ക് ഈ സൗണ്ടുകൾക്ക് അർത്ഥം ഉണ്ടാക്കി കൊടുക്കുവാനും അത് സോഷ്യലി ആക്സെപ്റ്റബിൾ ആക്കുവാനും നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ഏകദേശം അനാറ്റമിക്കലി, അതായത് ഫിസിക്കലി നമുക്ക് ഏകദേശം 1,50,000 വർഷം മുമ്പ് തന്നെ നമ്മളുടെ വോക്കൽ കോഡ് ഈ പറയുന്ന വ്യത്യസ്ത സൗണ്ട് ഉണ്ടാക്കുവാനുള്ള ഒരു കാപ്പബിലിറ്റി ഉണ്ടായി എന്നുള്ളതാണ് ബയോളജിസ്റ്റുകൾ അവകാശപ്പെടുന്നത്. പക്ഷേ ഏകദേശം 10,000 അല്ലെങ്കിൽ 1,00,000 വർഷം മുമ്പ് തൊട്ടാണ് ഈ പറയുന്ന ലാംഗ്വേജസ് പ്രധാനമായിട്ടും ഉരുത്തിരിഞ്ഞു വരുന്നത്. We know that about modern human were found in Europe about 40,000 years ago had a language. അപ്പൊ 40,000 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഹ്യൂമൻ ഗ്രൂപ്പുകൾക്ക് വരെ ലാംഗ്വേജ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. These sounds are understood because the speakers and listeners have socially shared meaning for them. അപ്പൊ socially shared meaning, ഇവിടെയാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ഐഡിയ എന്ന് പറയുന്നത്. അതായത് സോഷ്യലി നമ്മൾ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. സൊസൈറ്റിയിൽ നമ്മൾ ഗിവ് ആൻഡ് ടേക്ക് വഴി നമ്മൾ ഓരോ കാര്യങ്ങൾക്കും വ്യത്യസ്ത അർത്ഥങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട് തുടങ്ങി. നമ്മൾ ഉണ്ടാക്കുന്ന സൗണ്ടുകൾക്ക് വ്യത്യസ്ത അർത്ഥങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ നമ്മൾ ലാംഗ്വേജ് ഉണ്ടാക്കുന്നു, ആർട്സ് ഉണ്ടാക്കുന്നു, അത് വഴി നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നു. ലാംഗ്വേജിന്റെ ഒക്കെ നമുക്കറിയാം, ലാംഗ്വേജ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ രീതിയിൽ ഈ പറയുന്ന സോഷ്യലി മനുഷ്യന് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് നടത്തി ജീവിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ ആർട്സും അതുപോലെ തന്നെ ലാംഗ്വേജും നമ്മളെ ഓരോ കാര്യങ്ങൾക്കും ഓരോ കോൺസെപ്റ്റുകൾക്കും ഐഡിയ കൊടുക്കുവാനും അല്ലെങ്കിൽ മീനിങ് കൊടുക്കുവാനും നമ്മൾക്ക് ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുവാനും വലിയ രീതിയിൽ മനുഷ്യനെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് മാറി എന്നുള്ളത് മനസ്സിലാക്കണം. പ്ലാനിങ്, ഫോർസൈറ്റ്, സോഷ്യൽ ഓർഗനൈസേഷൻ, റിച്വൽസ്, കോംപ്ലക്സ് എക്സ്ചേഞ്ച് തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം തന്നെ നമുക്ക് ലാംഗ്വേജ് വേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആൻസിസ്റ്റേഴ്സ് പ്രധാനമായിട്ടും ഉണ്ടാക്കിയെടുത്തുള്ള പല ഇന്നോവേഷൻസിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ലാംഗ്വേജസ് ആൻഡ് ഈ പറയുന്ന ആർട്സ് എന്നുള്ളത്. ഇങ്ങനെ പല വിധത്തിലുള്ള ഇന്നോവേഷൻസും ഇൻവെൻഷൻസും അതുപോലെ തന്നെ ഹ്യൂമൻ റിലേഷൻസും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഏകദേശം 12,000 വർഷം മുൻപ് വരെ നമ്മളുടെ മനുഷ്യരുടെ പ്രധാനപ്പെട്ട ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഹണ്ടർ ഗാദർ ലൈഫ് സ്റ്റൈൽ ആയിരുന്നു. അതായത് നായാടുക, അതുപോലെ തന്നെ കാട്ടിലും മറ്റു സ്ഥലങ്ങളിലും ഉണ്ടായിരുന്ന കായ്കനികളും മറ്റും ഭക്ഷിച്ച് ജീവിക്കുക. അപ്പോൾ ഇതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ വ്യത്യസ്ത ഗ്രൂപ്പുകളായി അല്ലെങ്കിൽ വ്യത്യസ്ത സോഷ്യൽ സിവിലൈസേഷനുകളായി അല്ലെങ്കിൽ വ്യത്യസ്ത ഗ്രൂപ്പുകളായി ഒന്നും മാറിയിരുന്ന ഒരു സാഹചര്യമായിരുന്നില്ല മനുഷ്യ ഗ്രൂപ്പുകൾക്ക് അല്ലെങ്കിൽ മനുഷ്യന് ഈ പറയുന്ന 12,000 വർഷം മുമ്പ് വരെ. അപ്പോൾ ആ ഒരു ലൈഫ് സ്റ്റൈൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് ഹണ്ടർ ഗ്യാദർ ലൈഫ് സ്റ്റൈൽ ആയിരുന്നു. അപ്പോൾ 8 hour വർക്ക് വീക്ക് ഇല്ല, ഇന്ന് കാണുന്ന രീതിയിലുള്ള ഷെഡ്യൂളുകളില്ല, അസൈൻമെന്റുകളില്ല, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പഠന മേഖലകളോ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന രീതിയിലുള്ള യാതൊരു വിധത്തിലുള്ള ഒരു ലൈഫ് സ്റ്റൈലും ആയിരുന്നില്ല പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത്. ഇപ്പോൾ മാർഷൽ സാലിൻസ് ഇതിനെ ഏറ്റവും അഫ്ലുവന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കംപ്ലീറ്റഡ് ആയിട്ടൊരു സൊസൈറ്റി എന്നാണ് വിശേഷിപ്പിച്ചത്. കാരണം ഈ പറയുന്ന സ്ട്രെസ്സുകളോ അല്ലെങ്കിൽ ഇന്നത്തെ മോഡേൺ ഹ്യൂമന്റെ സ്ട്രെസ്സുകളോ മറ്റൊന്നും ഈ പറയുന്ന ഹണ്ടർ ഗാദർ ഗ്രൂപ്പുകൾക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ when they lived without destroying their environment, 10,000 years of agricultural and industrial civilization had brought us to brink of environmental disaster. നമുക്കറിയാം ഒരു 10,000 വർഷമേ ആയിട്ടുള്ളൂ ഈ പറയുന്ന അഗ്രികൾച്ചറും നമ്മൾ ഇന്ന് കാണുന്ന ഒരു സെഡൻഡറി, അതായത് ഒരു സ്ഥലത്ത് നിന്ന് പ്രവർത്തിക്കുന്ന സെഡൻഡറി ലൈഫ് സ്റ്റൈലിലേക്ക് കടന്നിട്ട് ഏകദേശം 10,000 വർഷം ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു 10,000 വർഷം കൊണ്ട് തന്നെ നമുക്ക് വളരെ വലിയ രീതിയിലുള്ള ഒരു എൻവയോൺമെന്റൽ ഡീഗ്രഡേഷനും എൻവയോൺമെന്റിൽ വലിയ രീതിയിലുള്ള ഒരു വ്യത്യാസവും കാലാവസ്ഥാ വ്യതിയാനം വരെ ഉണ്ടാക്കുവാനായിട്ട് മനുഷ്യൻ സാധിച്ചു. പക്ഷെ വർഷങ്ങളായിട്ട്, എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ തുടർന്നിരുന്ന ഹണ്ടർ ഗാദർ ലൈഫ് സ്റ്റൈലിന് ഈ തരത്തിലുള്ള ഒരു എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ സാധ്യമാക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. അത് നമ്മുടെ ഒരു ഭാഗമായിട്ട് വേണമെങ്കിൽ നമുക്ക് കൂട്ടാവുന്നതാണ് ഈ ഒരു ക്ലാസ് പറയുന്നത്. ദേ മൈറ്റ് ഹാവ് ആൻസേഴ്സ് ടു സം ഓഫ് ദ സെൻട്രൽ ക്വസ്റ്റ്യൻസ് അബൌട്ട് ഹ്യൂമൻ കണ്ടീഷൻസ് എക്സെട്ര. അപ്പോൾ നമുക്കറിയാം വലിയൊരു കാലഘട്ടം നമ്മൾ ഹണ്ടർ ഗാദറേഴ്സ് ആയിട്ടാണ് നമ്മൾ ജീവിച്ചിരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിന്റെ പോസിറ്റീവ് കാലങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവ് രീതികൾ ഇവിടെ നമുക്ക് ഉണ്ട്. അപ്പോൾ ചില സയന്റിസ്റ്റുകൾ അല്ലെങ്കിൽ ചില ഫിലോസഫേഴ്സ് ഈ പറയുന്ന കാലഘട്ടത്തെയാണ് ഏറ്റവും നല്ല കാലഘട്ടം അല്ലെങ്കിൽ ഈ പറയുന്ന ഏറ്റവും ഒരു ഹ്യൂമൻ സ്ട്രെസ്സോ അല്ലെങ്കിൽ ഇതില്ലാത്ത കാലഘട്ടം എന്നാണ് ചില ഫിലോസഫേഴ്സ് അവകാശപ്പെടുന്നത്. പക്ഷെ തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് കാണുന്ന പല സുഖ സൗകര്യങ്ങളും നമുക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊരു തീർച്ചയായിട്ടും ഒരു ഫിലോസഫിക്കൽ അപ്രോച്ച് മാത്രമാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഹണ്ടർ ഗാദർ ലൈഫ് സ്റ്റൈലിൽ നിന്ന് ഇന്ന് കാണുന്ന രീതിയിലേക്ക് നമ്മുടെ ഹ്യൂമൻ സൊസൈറ്റി മാറിയത് എന്നുള്ളതാണ് നമുക്ക് അടുത്തായിട്ട് ചർച്ച ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതുവരെയുള്ള ഒരു സമ്മറി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. Over the last 3 million years of our ancestors learned many things that were also visible changes in their appearance. അപ്പോൾ ഹ്യൂമൻ എവല്യൂഷൻ വഴിയും സോഷ്യൽ എവല്യൂഷൻ വഴിയും കഴിഞ്ഞ ഒരു 30 ലക്ഷം വർഷം കാലഘട്ടത്തിൽ നമ്മുടെ ഹ്യൂമൻ സൊസൈറ്റി വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഹ്യൂമൻ സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹോമോ സാപ്പിയൻസ്, ഹോമോ എറക്ടസ്, ഹോമോ നിയാൻഡർതാലൻസിസ്, ഹോമോ ഹൈഡൽബർഗസിസ്, ഹോമോ അതുപോലെ തന്നെ ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ആസ്ട്രോലോപിത്തക്കസിന്റെ കാലം മുതലുള്ള ഇങ്ങോട്ടുള്ള എവല്യൂഷണറി എല്ലാ ഗ്രൂപ്പുകളെയും നമ്മളുടെ എല്ലാ ഫാമിലിയിൽ പെടുന്ന ഹോമോ ഗ്രൂപ്പുകളിൽ ഹോമോ ജീനത്തിൽപ്പെടുന്ന എല്ലാ ഗ്രൂപ്പുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. ഹ്യൂമൻ എവല്യൂഷൻ വഴിയും അതുപോലെ തന്നെ സോഷ്യൽ എവല്യൂഷൻ വഴിയും അതിൽ നിന്ന് വലിയ രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ടൂൾ മേക്കിംഗ് ഉണ്ടായിട്ടുണ്ട്, കിൻഷിപ്പ് എമർജ് ചെയ്തിട്ടുണ്ട്, ഫയർ ഡൊമസ്റ്റിക്കിറ്റി നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ ഗിവ് ആൻഡ് ടേക്കുകൾ വഴി എക്സ്ചേഞ്ചുകൾ നമ്മൾ പഠിച്ചു, എങ്ങനെയാണ് ഹണ്ട് ചെയ്യേണ്ടത്, വളരെ എഫിഷ്യന്റ് ആയിട്ട് എങ്ങനെയാണ് ഹണ്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഇമ്പാക്ട് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മളുടെ പിന്നീടുള്ള വലിയ രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ നമുക്ക് സംഭവിക്കുന്നത്. ഈ ഒരു ഗ്രേറ്റ് ട്രാൻസ്ഫോർമേഷൻ പ്രധാനമായിട്ടും ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ഹോമോ സാപ്പിയൻസിനാണ്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ വലിയ രീതിയിൽ സംഭവിച്ചിട്ടുള്ളത്. ഈ ഒരു ഗ്രേറ്റ് ട്രാൻസ്ഫോർമേഷൻ നമുക്ക് സംഭവിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മറ്റ് ഗ്രൂപ്പുകൾ എക്സ്റ്റെൻഡ് ആയിട്ട് പോയിട്ടും ഹോമോ സാപ്പിയൻസ് ഇന്നും വലിയ രീതിയിൽ നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല വേൾഡിന്റെ തന്നെ ഏറ്റവും വലിയൊരു
എന്താ പറയുക ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്പീഷീസ് ആയിട്ട് ഹോമോസാപ്പിയൻസ് മാറിയത് ഈ പറയുന്ന ഗ്രേറ്റ് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടാണ്. പണ്ടുണ്ടായിരുന്ന ഹണ്ടർ ഗാദർ ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാറി മറ്റ് പല രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ തുടങ്ങി. അതിന്റെ പ്രധാനപ്പെട്ട പിന്തുണച്ച ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് തന്നെയാണ്. ഹോളോസീൻ എറയിലേക്ക് നമ്മുടെ വേൾഡ് കിടക്കുന്നു. ഈ പറയുന്ന സ്റ്റോൺ ഏജ് അല്ലെങ്കിൽ മറ്റ് ഹ്യൂമൻ ക്ലാസിഫിക്കേഷൻ പോലെ തന്നെ ക്ലൈമറ്റിനും നമ്മുടെ ലോകത്ത് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ക്ലൈമറ്റിന് അതുപോലെ തന്നെ ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ നമ്മുടെ ലോകത്തിനുണ്ട്. അപ്പോൾ ഹോളോസീൻ എറയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ പല ഈ പറയുന്ന ചേഞ്ചസും ലോകത്തിന് വരാനായിട്ട് തുടങ്ങി. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് പല ചേഞ്ചസ് നമ്മുടെ ഹ്യൂമൻ ലൈഫ് സ്റ്റൈലിലും വന്നു തുടങ്ങി. മെനി ഗ്രൂപ്പ്സ് പ്രിഫേർഡ് ദ ഫ്രീഡം ആൻഡ് ലേഷർ ഓഫ് ഹണ്ടർ ഗാദറിംഗ് വേ. അപ്പോൾ പല വിഭാഗങ്ങളും ഈ പറയുന്ന ഹണ്ടർ ഗാദർ ഗ്രൂപ്പുകളായിട്ട് തന്നെ തുടർന്നു. എല്ലാവരും ഈ പറയുന്ന അഗ്രികൾച്ചറിലേക്കോ അല്ലെങ്കിൽ ഈ പാസ്റ്ററലിസ്റ്റ് അതായത് പാസ്റ്ററൽ ആട് മേയ്ക്കുക അല്ലെങ്കിൽ കന്നാലി മേയ്ക്കുക അല്ലെങ്കിൽ മറ്റു രീതിയിലേക്കോ ഒന്നും കടന്നില്ല. ചില വിഭാഗങ്ങൾ ഹണ്ടർ ഗാദറേഴ്സ് ആയിട്ട് തന്നെ തുടർന്നു. പക്ഷെ മറ്റു ചില വിഭാഗങ്ങൾ പ്രധാനമായിട്ടും രണ്ട് ലൈഫ് സ്റ്റൈലിലേക്കാണ് കടന്നത്. ഒന്ന് പാസ്റ്ററൽ, അതായത് ഈ പറയുന്ന കന്നുകാലികളെ മേച്ചുകൊണ്ടുള്ള പല സ്ഥലങ്ങളിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് കന്നുകാലികളെ മേച്ചും മറ്റും മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പുകളായിട്ട് ഒരു വിഭാഗം മാറി. മറ്റൊരു വിഭാഗം ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് അഗ്രികൾച്ചറിലൂന്നി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമായിട്ട് മാറി. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടുള്ള ഗ്രേറ്റ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും ഇമ്പാക്ട് ചെയ്തിട്ടുള്ളത് ഹോമോസാപ്പിയൻസിനെയാണ്. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ലെവലിലേക്ക് അല്ലെങ്കിൽ ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഒരു മോസ്റ്റ് അഡ്വാൻസ്ഡ് സ്പീഷീസ് ആയിട്ട് മാറുവാനുള്ള കാരണമായിട്ട് പിന്നിൽ പ്രവർത്തിച്ചത് ഈ ഒരു ചേഞ്ച് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഒന്നാണ് പാസ്റ്ററൽ നൊമാഡിസം, അതായത് പാസ്റ്ററൽ കന്നുകാലികളെ മേയ്ക്കുക, അവയെ കൊണ്ട് നടക്കുക. അപ്പൊ പ്രധാനമായിട്ടും നമ്മളുടെ ഒരു വിഭാഗത്തിന്റെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് ഒന്ന് ഈ പറയുന്ന കന്നാലികളുടെ മറ്റും മിൽക്ക്, അതുപോലെ തന്നെ മീറ്റ്, അതുപോലെ തന്നെ ഈ കന്നാലികളിൽ നിന്നും മറ്റും പാലോ അല്ലെങ്കിൽ അവയുടെ മീറ്റോ മറ്റു വിഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് അഗ്രികൾച്ചർ ഗ്രൂപ്പുകൾക്ക് വിറ്റ് അവയിൽ നിന്ന് വാങ്ങുന്ന അല്ലെങ്കിൽ അവരിൽ നിന്ന് വാങ്ങുന്ന ധാന്യങ്ങളും മറ്റു സാധനങ്ങളും ഭക്ഷിക്കുക, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മറ്റേ കാടുകളിൽ നിന്നും മറ്റും കിട്ടുന്ന കായ്കനികൾ ഭക്ഷിക്കുക. അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള അഗ്രികൾച്ചർ തീർച്ചയായിട്ടും ഈ പറയുന്ന പാസ്റ്ററൽ ഗ്രൂപ്പുകൾക്ക് ഉണ്ടായിരുന്നു. ഒരു ഗ്രൂപ്പും 100% അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പും 100% കന്നാലി മേയ്ക്കൽ മാത്രം എന്നുള്ള രീതിയിലേക്ക് ഉണ്ടായിരുന്നില്ല. അഗ്രികൾച്ചർ നടത്തിയിരുന്ന ഗ്രൂപ്പുകളും ചെറിയ രീതിയിൽ കന്നാലികളെയും മറ്റും വളർത്തിയിരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന പാസ്റ്ററൽ ഗ്രൂപ്പുകളും ചെറിയ രീതിയിൽ അഗ്രികൾച്ചർ ചെയ്തിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പരസ്പര പൂരകങ്ങളായിട്ടുള്ള ഒരു രീതിയിലാണ് ഹ്യൂമൻ സൊസൈറ്റി പിന്നീട് അങ്ങോട്ട് ഡെവലപ്പ് ചെയ്തത്. സം ഹണ്ടർ ഗാദറിംഗ് കമ്മ്യൂണിറ്റീസ് ടുക്ക് അപ്പ് ഫാമിംഗ് ആൻഡ് ഹെർഡിംഗ് ആനിമൽസ്. അപ്പൊ ഹെർഡിംഗ് ആനിമൽസ് ഉള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ പാസ്റ്ററൽ നൊമാഡിക്സ് എന്ന് പറയുന്നത്. അവർ ഇങ്ങനെ ആടുകളെയും മറ്റ് അവരുടേതായിട്ടുള്ള കന്നാലികളെയും മറ്റും മേച്ച് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും ക്ലൈമറ്റ് അനുസരിച്ച്. പ്രധാനമായിട്ടും ഈ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നത് സെൻട്രൽ ഏഷ്യൻ സ്റ്റെപ്പുകളിലാണ്. അതായത് ഇന്നത്തെ തുർക്ക്മെനിസ്ഥാൻ, മംഗോളിയ, കസാഖ്സ്ഥാൻ, അസർബൈജാൻ തുടങ്ങിയ പ്രദേശങ്ങളെയാണ് സെൻട്രൽ ഏഷ്യൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് യൂറോപ്പിലെ യുക്രൈന്റെ പരപ്പുകളിൽ നിന്ന് ഈ പറയുന്ന മംഗോളിയയുടെ ഈ ഒരു അറ്റം വരെയുള്ള വലിയൊരു പ്രദേശത്തെയാണ് നമ്മൾ സെൻട്രൽ ഏഷ്യൻ സ്റ്റെപ്പ് എന്ന് വിളിക്കുന്നത്. ഈ പ്രദേശം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പുൽത്തകിടികൾ, പരന്നു കിടക്കുന്ന പുൽത്തകിടികൾ, വളരെ സമനിരപ്പുള്ള വളരെ നീണ്ട പുൽത്തകിടി പ്രദേശങ്ങളാണ് ഈ പറയുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രദേശങ്ങളിലാണ് ഈ ഗ്രൂപ്പുകൾ പ്രധാനമായിട്ടുണ്ടായിരുന്നത്. കാരണം ഈ പ്രദേശങ്ങളിൽ കൂടുതലായിട്ടും ഈ പറയുന്ന കളകൾ, പുല്ലുകൾ, അതുപോലെ തന്നെ വളരെ പ്ലെയിൻ ആയിട്ടുള്ള വളരെയധികം ട്രാവൽ ചെയ്യാൻ പറ്റുന്ന പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഹോഴ്സസ്, അതുപോലെ തന്നെ പശുക്കൾ, കാളകൾ, എരുമകൾ, അതുപോലെ തന്നെ ഗോട്ട്, പ്രധാനമായിട്ടും ആടുകൾ എന്നിവയെ മേച്ചുകൊണ്ട്, ചെമ്മരിയാടുകളെ മേച്ചുകൊണ്ട് വലിയൊരു വിഭാഗം അവരുടെ ജീവിതമാർഗമായിട്ട് ഈ ഒരു ലൈഫ് സ്റ്റൈലിനെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഈ പ്രദേശങ്ങളിലൂടെ ഈ ആടുകളെയും മറ്റും മേച്ച് നടക്കുക, ഒരു പ്രദേശങ്ങളിൽ മറ്റു പ്രദേശങ്ങളിലേക്ക് സീസണലി മൈഗ്രേറ്റ് ചെയ്യുക. പ്രധാന ഭക്ഷണമായിട്ട് ഈ പറയുന്ന ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്ന കാറ്റിൽസിനെയും മറ്റും മീറ്റും മാംസവും അതുപോലെ തന്നെ മറ്റ് ഗ്രൂപ്പുകളിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്ത് കിട്ടുന്ന കായ്കനികളും ഭക്ഷണങ്ങളും ആയിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത്. Goat, sheep, cattle herding was common in South and West South Asia. Cattle became basis of wealth and many of these warrior dominated societies. അപ്പോൾ ഈ വിഭാഗങ്ങളാണ് പ്രധാനമായിട്ടും വാറിയർ ഡോമിനേറ്റഡ് സൊസൈറ്റികളായിട്ട് മാറുന്നത്. അതായത് പ്രധാനമായിട്ടും പണ്ട് കാലത്തെ വാറിയർ ക്ലാനുകൾ, അതായത് ഹിറ്റൈറ്റ്, ഹിക്സോസ്, അതുപോലെ തന്നെ ആര്യൻ വിഭാഗങ്ങളെല്ലാം തന്നെ ആദ്യകാലങ്ങളിൽ ഈ പറയുന്ന പാസ്റ്ററലിസ്റ്റ് ഗ്രൂപ്പുകളായിരുന്നു. അവർ കാലകാലങ്ങളിൽ മൈഗ്രേറ്റ് ചെയ്ത് ഒരു സ്ഥലങ്ങളിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് സ്വന്തം കന്നുകാലികളെയും മറ്റും മേച്ച് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി അവിടുത്തെ ആളുകളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവിടെ വീണ്ടും കുറച്ചു കാലം നിന്ന് പിന്നീട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്ന വിഭാഗങ്ങളായിരുന്നു ഈ പറയുന്ന ഹിറ്റൈറ്റ്, ഹിക്സോസ്, അതുപോലെ തന്നെ ഏർലി ഗ്രീക്ക് ഗ്രൂപ്പുകൾ, ആര്യൻ ഗ്രൂപ്പുകൾ, ഹൂണന്മാർ, മംഗോളിയൻസ് ഒക്കെ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന വിഭാഗങ്ങളായിരുന്നു. ഇൻ അറേബ്യൻസ്, അതർ ഏരിയാസ് ആൻഡ് സുഡാൻ ആൻഡ് ആഫ്രിക്ക, ക്യാമൽ നൊമാഡിസം. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലെയും പ്രത്യേക ആനിമൽസ് അല്ലെങ്കിൽ അവിടെയുള്ള ആനിമൽസിനെ വെച്ചിട്ടാണ് ഈ പറയുന്ന വിഭാഗങ്ങൾ ഈ പറയുന്ന പാസ്റ്ററൽ ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ദീസ് ആനിമൽസ് സപ്ലൈഡ് മീറ്റ് ആൻഡ് മിൽക്ക് ടു ദ നൊമാഡ്സ്. ക്യാമൽ, ഹോഴ്സസ്, ഓക്സൻ ഓൾസോ ഹെൽപ് ട്രാൻസ്പോർട്ട് ഗുഡ്സ്. അപ്പൊ ഇവരുടെ പ്രധാനമായിട്ടും ഇവരുടെ ലൈഫ് ഈ ഒരു കാറ്റൽ ഡൊമസ്റ്റിക്കേഷനിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പാസ്റ്ററൽ ലൈഫിൽ അധിഷ്ഠിതമായിരുന്നു. പാസ്റ്ററൽ കമ്മ്യൂണിസ്റ്റ് ഓൾവേസ് മൈഗ്രേറ്റിംഗ് and a herd increases beyond a certain number, he is forced to move quickly to one place to another. അപ്പോൾ ഇവർ കോൺസിക്യൂട്ടീവ് ഇന്റർവെൽസിൽ ക്ലൈമറ്റ് അനുസരിച്ച് മൈഗ്രേറ്റ് ചെയ്യുന്നവരായിരുന്നു. ആൻഡ് ഇഫ് ദേ അക്വയർ എ വെൽത്ത് ആൻഡ് ദാറ്റ് കാനോട്ട് ക്യാരി ഇറ്റ്, സോ ദേ ആർ ഫോഴ്സ്ഡ് ടു സെറ്റിൽ ഡൗൺ. അപ്പോൾ
ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ ചിലപ്പോൾ ചില ഗ്രൂപ്പുകൾ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് തമ്പടിക്കുക, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അഗ്രികൾച്ചർ ആയിട്ട് ചിലപ്പോൾ ഒതുങ്ങിക്കൂടും. അപ്പോൾ ഇങ്ങനെയാണ് പല എന്താ പറയുക ഇന്റർ റിലേഷൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു മൈഗ്രേറ്ററി ഗ്രൂപ്പ് എല്ലാ കാലഘട്ടത്തിലും മൈഗ്രേറ്ററി ഗ്രൂപ്പ് ആയിക്കൊള്ളുന്നില്ല. അപ്പൊ 1000 പേരടങ്ങുന്ന ഒരു പാസ്റ്ററൽ ഗ്രൂപ്പ് ഒരു പ്രദേശത്തേക്ക് ചെല്ലുന്നു. അതിൽ ചിലപ്പോൾ 500 പേർക്ക് അവിടെ കൃഷി ചെയ്ത് ജീവിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നു. ആ 500 പേര് അവിടുത്തെ ഒരു സെഡൻഡറി അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഗ്രൂപ്പായിട്ട് മാറുന്നു. ബാക്കി വരുന്ന 500 വിഭാഗം പഴയ പോലെ തന്നെ പാസ്റ്ററൽ ഗ്രൂപ്പായിട്ട് പുതിയ സ്ഥലത്തേക്ക് യാത്രയാവുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് നമ്മുടെ ഹ്യൂമൻസിന് പണ്ട് കാലഘട്ടം മുതലേ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഗ്രൂപ്പും ഒരൊറ്റ രീതിയിൽ മാത്രമാണ് പ്രവർത്തിച്ചിരുന്നത് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. അഗ്രികൾച്ചർ നടത്തിയിരുന്ന ഗ്രൂപ്പ് അഗ്രികൾച്ചർ മാത്രമാണ് ചെയ്തതെന്ന് നമ്മൾ വിചാരിക്കരുത്. അവരുടെ ഉള്ളിലും കാറ്റൽ ഡൊമസ്റ്റിക്കേഷനും, അവരുടെ ഉള്ളിലും ചിലപ്പോൾ ചില വിഭാഗങ്ങൾ പാസ്റ്ററൽ ഗ്രൂപ്പായിട്ട് മാറാം, ചിലപ്പോൾ പാസ്റ്ററൽ ഗ്രൂപ്പിനുള്ളിലുള്ള ചില വിഭാഗങ്ങൾ അഗ്രികൾച്ചർ ഗ്രൂപ്പായിട്ട് മാറാം, ബാക്കി വന്ന പാസ്റ്ററൽ ഗ്രൂപ്പ് പഴയ പോലെ തന്നെ മൈഗ്രേറ്ററി ആയിട്ട് പോവാം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററിയാണ് നമുക്കുള്ളത്. ഇഫ് ദേ അക്വയർ വെൽത്ത്, അപ്പൊ ചിലപ്പോൾ ചില പ്രദേശങ്ങൾ കാണുമ്പോൾ അവർക്ക് അവിടെ തമ്പടിച്ച അല്ലെങ്കിൽ അവിടെ വളരെ കാലം ജീവിച്ചാൽ കൊള്ളാമെന്ന് തോന്നും. അപ്പൊ അവർ പഴയ ആ ഒരു പാസ്റ്ററൽ ലൈഫ് വിട്ട്, പണ്ട് എങ്ങനെയാണോ ഹണ്ടർ ഗ്യാദർ ലൈഫ് വിട്ട് മനുഷ്യർ ഈ പറയുന്ന അഗ്രികൾച്ചറും അതുപോലെ തന്നെ പാസ്റ്ററൽ ലൈഫും സ്വീകരിച്ചത്, അതുപോലെ തന്നെ ചിലപ്പോൾ പാസ്റ്ററൽ ഗ്രൂപ്പിലുള്ള ചിലർക്ക് അഗ്രികൾച്ചർ ലൈഫ് എടുത്താൽ കൊള്ളാം എന്നുണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് നമ്മുടെ മനുഷ്യർക്ക് ഉണ്ടായിരുന്നത്. ഹെർഡ്സ് ആൻഡ് ഷീപ്സ് ആൻഡ് ഗോഡ്സ് ആർ പ്രോൺ ടു ഇൻഫെക്ഷൻ ആൻഡ് ക്യാൻ ഡൈ ഓഫ് ലാർജ് നമ്പേഴ്സ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ഗ്രൂപ്പുകളാണ് പ്രധാനമായിട്ടും മറ്റ് ഗ്രൂപ്പുകളെ ആക്രമിച്ച് കൈയടക്കി, അല്ലെങ്കിൽ മറ്റ് അഗ്രികൾച്ചർ ഗ്രൂപ്പുകളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയെന്ന് നമ്മൾ കാണാനായിട്ട് സാധിക്കും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഈ കാറ്റിൽസിനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഷീപ്പുകൾക്കോ ഒക്കെ അസുഖം വരികയും അവ ചത്തൊടുങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഗ്രൂപ്പുകൾക്ക് സ്വന്തമായിട്ടൊരു വരുമാന മാർഗം അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ഭക്ഷണമാർഗം ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ അവർ മറ്റ് അഗ്രികൾച്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഗ്രൂപ്പുകളെ ആക്രമിക്കുകയും അവയെ കീഴ്പ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ മംഗോളിയൻ ഗ്രൂപ്പുകളായാലും ആര്യൻ ഗ്രൂപ്പുകളായാലും നേരത്തെ പറഞ്ഞ ഹിറ്റൈറ്റ് ഗ്രൂപ്പുകളായാലും മിട്ടാനി ക്ലബുകളായാലും ഇവരെല്ലാം തന്നെ അന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട അഗ്രികൾച്ചർ ഗ്രൂപ്പുകളൊക്കെ ആക്രമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഹെർഡുകൾ അല്ലെങ്കിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഷീപ്പും കാറ്റിൽസും ഒക്കെ ചത്തൊടുങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ്. ഏർലി മെസോപ്പൊട്ടേമിയൻ ലിറ്ററേച്ചർ റെഫേഴ്സ് ടു നൊമാഡിക് ഗ്രൂപ്പ്സ് ഹു ക്രിയേറ്റഡ് കിങ്ഡം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കൊടുക്കൽ വാങ്ങലുകളും അതുപോലെ തന്നെ ചെറിയ യുദ്ധങ്ങളും നാട്ടുയുദ്ധങ്ങളും മറ്റുമൊക്കെയാണ് പിന്നീടുള്ള സ്റ്റേറ്റുകളിലേക്ക് വഴിവെച്ചത്, അല്ലെങ്കിൽ കിങ്ഡംസിലേക്ക്, രാജഭരണത്തിലേക്കും സ്റ്റേറ്റ് ഭരണങ്ങളിലേക്കും ഒക്കെ വഴിവെച്ചത്. അപ്പൊ നമുക്കറിയാം ആര്യൻ മൈഗ്രേറ്ററി തിയറിയെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റ് ഡിഗ്രിക്കും മറ്റുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഈ മറ്റു പ്രദേശങ്ങളിലേക്ക് ഗ്രൂപ്പുകൾ ഡെവലപ്പ് ചെയ്തു വരികയും അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയും അവിടെ ഉണ്ടായിരുന്ന അഗ്രികൾച്ചർ ഗ്രൂപ്പുകളായിട്ട് ബന്ധം സ്ഥാപിക്കുകയും അവിടെ പിന്നീട് അവർ ഒരു ഡോമിനേറ്റിംഗ് കമ്മ്യൂണിറ്റി ആയിട്ട് മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലാണ് നമ്മുടെ ഹ്യൂമൻ സൊസൈറ്റി പല രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തായിട്ട് നമുക്ക് അഗ്രികൾച്ചറിനെ പറ്റി ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ് ഹ്യൂമൻ ഹിസ്റ്ററിയിൽ അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ ഏറ്റെടുത്ത് നടത്തുന്നതാണ് മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും റവല്യൂഷണറി ആയിട്ടുള്ള ഒരു തീരുമാനമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, ഹണ്ടർ ഗ്യാദർ ലൈഫ് സ്റ്റൈലിൽ നിന്ന് ചിലർ ഹണ്ടർ ഗ്യാദർ ലൈഫ് സ്റ്റൈലിനെ തുറന്നു പോകുന്നു, ചില മനുഷ്യർ പാസ്റ്ററൽ ലൈഫ് സ്റ്റൈൽ സ്വീകരിക്കുന്നു, ചില അഗ്രികൾച്ചർ ലൈഫ് സ്റ്റൈൽ സ്വീകരിച്ചുകൊണ്ട് ഒരു പ്രദേശത്ത് തമ്പടിച്ച് അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് സെഡൻഡറി ആയി നിന്നുകൊണ്ട് അവിടെ ജീവിച്ച് അവരുടെ അടുത്ത ജനറേഷൻ ഓഫ് സ്പ്രിങ്സും ഒക്കെ ആയി അഗ്രികൾച്ചറിലേക്ക് കടക്കുന്നത് വഴി ഇന്ന് കാണുന്ന നമ്മൾ ഇന്ന് ഹോമോസാപ്പിയൻസ് അനുഭവിക്കുന്ന പല ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കും പല നിയമങ്ങൾക്കും അതുപോലെ തന്നെ സ്റ്റേറ്റിനും എല്ലാത്തിനും ഇന്ന് കാണുന്ന കൾച്ചറൽ ആൻഡ് സോഷ്യൽ പല മേഖലകളിലും ഈ പറയുന്ന അഗ്രികൾച്ചർ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ വലിയ രീതിയിലുള്ള ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണാം. വെസ്റ്റ് ഏഷ്യ, ഈജിപ്ത്, ഇന്ത്യ, ചൈന തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം തന്നെ ന്യൂലിത് പീരീഡിന്റെ അവസാനത്തോടു കൂടി അഗ്രികൾച്ചർ ഡെവലപ്പ് ചെയ്യാണ്. ദീസ് പീപ്പിൾ ഓൾസോ ഡൊമസ്റ്റിക്കേറ്റ് ആനിമൽസ്, ഹൗവർ അഗ്രികൾച്ചർ വാസ് ദ ഡോമിനന്റ് സർവൈവൽ സ്ട്രാറ്റജി ഫോർ ദം. അപ്പോൾ ഇവർക്കും അവരുടെ ആവശ്യത്തിനായിട്ട് കന്നുകാലികളും മറ്റ് ആവശ്യ ഡൊമസ്റ്റിക് ആനിമൽസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ജീവിതമാർഗം എന്ന് പറയുന്നത് അഗ്രികൾച്ചർ തന്നെയായിരുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, പാസ്റ്ററൽ ഗ്രൂപ്പുകളും ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ തമ്പടിക്കുന്ന ഒരു എല്ലായ്പ്പോഴും മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു വിഭാഗമാണ്. പക്ഷെ ചില സ്ഥലങ്ങളിൽ തമ്പടിക്കുമ്പോൾ അവർ ചെറിയ രീതിയിൽ കൃഷി ചെയ്തിരുന്നു. പക്ഷെ അഗ്രികൾച്ചറിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അഗ്രികൾച്ചർ കമ്മ്യൂണിറ്റികളിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട അവരുടെ ജീവിത ശൈലി എന്ന് പറയുന്ന അഗ്രികൾച്ചർ ആണ്. അപ്പൊ ഫുഡ് പ്രൊഡക്ഷൻ എന്നുള്ളതിലൊക്കെ ഉപരിയായിട്ട് അവരുടേതായിട്ടുള്ള ഒരു സോഷ്യൽ സിസ്റ്റം ഒരു സെന്റർ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് പുതിയ സോഷ്യൽ സിസ്റ്റങ്ങൾ അല്ലെങ്കിൽ പുതിയൊരു കൾച്ചറൽ സിസ്റ്റംസ് ഒക്കെ ഉയർന്നു വരുവാനുള്ള ഒരു കാരണമായിട്ട് അഗ്രികൾച്ചർ മനുഷ്യനെ ഏറ്റെടുക്കുന്നതോടുകൂടി മാറാണ്. അതിന്റെ ഭാഗമായിട്ട് ക്രാഫ്റ്റ്, പോട്ടറി, ആർട്സ്, മെറ്റലർജി ഒക്കെ വലിയ രീതിയിൽ വികസിക്കുന്നു. പിന്നീട് സിവിലൈസേഷനുകളിലേക്ക് വഴിവെക്കുവാനായിട്ട് ഈ അഗ്രികൾച്ചർ കാരണമാവുകയാണ്. ദ ന്യൂ അഗ്രികൾച്ചർ എക്കണോമി എക്സ്പാൻഡ് ആസ് ദി എക്സ്പെൻസ് ഓഫ് ഓൾഡ് ഫോറാജിംഗ് വേ ഓഫ് ലൈഫ്. സ്ലോലി ആൻഡ് സ്റ്റഡിലി അഗ്രികൾച്ചർ ബിക്കെയിം ഡോമിനന്റ് മോഡ് ഓഫ് ലൈഫ്. അപ്പോൾ വലിയ വിഭാഗം അല്ലെങ്കിൽ വലിയൊരു എമൗണ്ട് ഓഫ് ഹ്യൂമൻസിന്റെ ലോകമെമ്പാടും വലിയൊരു വിഭാഗം ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഡോമിനന്റ് ജീവിത ശൈലിയായിട്ട് പിന്നീട് അഗ്രികൾച്ചർ മാറുകയാണ്. കാരണം അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സർപ്ലസ് വളരെയധികം ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു സൊസൈറ്റിയിൽ ഇപ്പോൾ ഒരു 100-200 പേർ കൂടി ചേർന്ന് നടത്തുന്ന ഒരു അഗ്രികൾച്ചർ സിസ്റ്റത്തിൽ ഒരു വർഷത്തെ ഹാർവസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് കൂടിയുള്ള ഒരു
ഗ്രെയിൻസ്, ധാന്യങ്ങളും മറ്റും ഇവർക്ക് പ്രൊക്യൂർ ചെയ്യാൻ അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊസൈറ്റിയിൽ എല്ലാവരും ഈ പറയുന്ന ഹണ്ടർ ഗ്യാദർ ആവണ്ട, അല്ലെങ്കിൽ എല്ലാവരും ആ കന്നാലി മേയ്ക്കുവാനായിട്ട് പോകണ്ട, അല്ലെങ്കിൽ എല്ലാവരും എന്തെങ്കിലും ഈ പറയുന്ന കൃഷി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു വിഭാഗത്തിലെ തന്നെ ഈ പറയുന്ന അഗ്രികൾച്ചർ നടത്തി ഒരു ലാഭം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ സൊസൈറ്റിയിലെ തന്നെ മറ്റു വിഭാഗങ്ങൾക്ക് മറ്റു ജോലികളിൽ ഏർപ്പെടുവാനായിട്ട് പറ്റും. അപ്പൊ ഒരു 100 പേരടങ്ങുന്ന ഒരു സൊസൈറ്റിയിൽ 20 പേർ കൃഷി ചെയ്ത് ഭക്ഷണം കണ്ടെത്തുന്ന സാഹചര്യത്തിൽ മറ്റൊരു 20 പേർക്ക് മെറ്റലർജി അഥവാ ഈ പറയുന്ന ഇരുമ്പും മറ്റു സാധനങ്ങളും അല്ലെങ്കിൽ മറ്റു ആവശ്യമായുള്ള ടൂൾസും വെപ്പൺസും ഉണ്ടാക്കുന്ന ഒരു ജോലിയിലേക്ക് കിടക്കാം. മറ്റൊരു വിഭാഗത്തിന് അഡ്മിനിസ്ട്രേഷൻ ജോലിയിലേക്ക് കിടക്കാം. മറ്റൊരു വിഭാഗത്തിന് ആർട്സ് അല്ലെങ്കിൽ കൾച്ചർ ആ ഒരു മേഖലയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. അപ്പോൾ ഇതാണ് പിൽക്കാലത്തേക്കുള്ള സിവിലൈസേഷനുകളുടെ തുടക്കമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അഗ്രികൾച്ചറിന്റെ വരവോടുകൂടി പല കോൺസിക്വൻസസ്, പല വ്യത്യാസങ്ങൾ നമ്മുടെ ഹ്യൂമൻ സൊസൈറ്റിയിൽ ഉണ്ടാവുന്നുണ്ട്. ഒന്ന് വില്ലേജ് കൾച്ചറിന്റെ തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രദേശത്ത് ആളുകൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കാൻ ഒരു സാഹചര്യം അഗ്രികൾച്ചറോട് കൂടി വരികയാണ്. അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ ഒരാൾ മാത്രമായിട്ട് വിചാരിച്ചാൽ സാധ്യമല്ല. അപ്പോൾ ഒരു വിഭാഗം കൂടിച്ചേർന്നുകൊണ്ട് ഒരു പ്രദേശത്ത് തമ്പടിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. അത് ഒരാളുടെ ജനനം മുതൽ മരണം വരെയല്ല, അവരുടെ സന്തതി പരമ്പര, ഒരുപാട് പരമ്പര ഒരുമിച്ച് ഒരേ സ്ഥലത്ത് ജീവിച്ച് അവിടെ കൃഷി ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തിന്റെ മുന്നേറ്റത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കൂടുതൽ കോപ്പറേഷൻ, ഒരു വില്ലേജ് കൾച്ചർ ഉണ്ടാവുന്ന ഒരു സാഹചര്യം, ഗ്രാമങ്ങൾ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ആൻഡ് എക്സ്പാൻഷൻ ഓഫ് സെറ്റിൽമെന്റുകൾ കൂടി വരികയാണ്. ഒരു പ്രദേശത്ത് തന്നെ കൂടുതൽ വീടുകൾ ഉണ്ടാവുന്നു, കൂടുതൽ സെറ്റിൽമെന്റ്സ് ഉണ്ടാവുന്നു, ഒരു ഹൈറാർക്കി അവിടെ സൃഷ്ടിക്കപ്പെടുന്നു, പോപ്പുലേഷൻ വളരെ വലിയ രീതിയിൽ ഗ്രോ ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് ഹണ്ടർ ഗ്യാദറേഴ്സിനുള്ളിൽ കുട്ടികൾ കുറവായിരുന്നു. കാരണം ഇവർക്ക് ഈ ഹണ്ടർ ഗ്യാദർ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും നിശ്ചിത സമയത്തിനുള്ളിൽ ഈ പറയുന്ന ഭക്ഷണങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അവർക്ക് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. വളരെ അപകടം അതിന്റെ പിന്നിലുണ്ട്. മറ്റ് ജീവികൾ ചിലപ്പോൾ ഇവരെ ആക്രമിച്ചേക്കാം, അല്ലെങ്കിൽ മറ്റ് ഹണ്ടർ ഗ്യാദർ ഗ്രൂപ്പുകളുമായി യുദ്ധം ചെയ്തുകൊണ്ട് മരണം നേരിടാനായിട്ട് സാധ്യതയുണ്ട്. ചിലപ്പോൾ കാട് ഈ പറയുന്ന ഇവർക്ക് വേണ്ട രീതിയിൽ കായികനികൾ കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ ഒരു വർഷത്തെ അഗ്രികൾച്ചറിന് ശേഷം കൂടുതൽ ഹാർവസ്റ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു 6 മാസത്തെ പ്രവർത്തനം കൊണ്ട് ഒരു വർഷത്തേക്കുള്ള ഭക്ഷണം പ്രൊക്യൂർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ ബർത്ത് റേറ്റ് ഉണ്ടാവുന്നു, കൂടുതൽ കുട്ടികൾ ഉണ്ടാവുന്നു, കൂടുതൽ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുന്നു. ഫെർട്ടൈൽ ക്രസന്റ് എന്ന് പറയുമ്പോൾ ഇന്ന് കാലഘട്ടത്തിൽ ഈ മാപ്പിൽ കാണുന്ന ലോവർ ഈജിപ്ത്, അപ്പർ ഈജിപ്ത്, അതുപോലെ തന്നെ ഇന്നത്തെ സിറിയ, ജോർദാൻ, ഈജിപ്ത്, അതുപോലെ മെസപ്പൊട്ടേമിയൻ പ്രദേശം തുടങ്ങി എല്ലാം ഇന്നത്തെ പേർഷ്യ വരെ, ഇറാൻ വരെയുള്ള പ്രദേശമാണ് ഫെർട്ടൈൽ ക്രസന്റ് എന്ന് പറയുന്നത്. ഈ പ്രദേശമാണ് വളരെ എന്താ പറയുക ഒരു ബാസ്ക്കറ്റ് അല്ലെങ്കിൽ ഫെർട്ടൈൽ ഒരു നമ്മുടെ ഗ്രെയിൻ ബാസ്ക്കറ്റ് എന്ന് വിളിക്കുന്ന ഒരു പ്രദേശമായിരുന്നത്. ഇന്ത്യയിൽ ഹാരപ്പൻ സിവിലൈസേഷന്റെ പ്രദേശം പോലെ വെസ്റ്റേൺ ഏഷ്യയിൽ ഈ പ്രദേശമായിരുന്നു ഏറ്റവും അധികം കൃഷി ചെയ്തിരുന്ന പ്രദേശം. അപ്പൊ ഈ പ്രദേശങ്ങളിൽ കൂടുതൽ സെറ്റിൽമെന്റ്സ് വരുന്നു, കൂടുതൽ കുട്ടികൾ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ കൂടുതൽ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നു, പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെയധികം കൂടുന്നു. ഇവർ ട്രാൻസ്പോർട്ടേഷൻ, ഇവരുടെ ഉള്ളിൽ എക്സ്ചേഞ്ച്, ഇവരുടെ ഉള്ളിൽ മറ്റ് രീതികളിൽ ഈ പറയുന്ന മെറ്റലർജി ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റ് ജോലികൾ കൂടി ആൾക്കാർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സിറ്റി സ്റ്റേറ്റുകൾ ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നു. അതായത് രാജ്യങ്ങളുടെ ആദ്യമ രൂപങ്ങളായിട്ടുള്ള സിറ്റി സ്റ്റേറ്റുകൾ ഈ പ്രദേശങ്ങളിൽ രൂപീകരിക്കുന്നു. അപ്പോൾ മുന്നേറ്റങ്ങൾ മനുഷ്യരുടെ സൊസൈറ്റിയിലായിട്ടുള്ള ഇന്ന് കാണുന്ന രീതിയിലേക്കുള്ള മുന്നേറ്റത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് കൃഷി മാറാണ്. എ ഹണ്ടർ ഗാദറർ വുഡ് നീഡ് റഫ്ലി 4 സ്ക്വയർ കിലോമീറ്റേഴ്സ് ഓഫ് ലാൻഡ് ടു ഫീഡ് ഹിം ഇൻ എ ഇയേഴ്സ് ടൈം. അതായത് ഒരു ഹണ്ടർ ഗാദറർക്ക് ഏകദേശം 4 സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഒരു വർഷം നടക്കണമായിരുന്നു. അദ്ദേഹത്തിന് ഒരു വർഷത്തെ ഭക്ഷണത്തിന് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഏരിയ മതി ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് അഗ്രികൾച്ചർ വഴി ഭക്ഷണം കണ്ടെത്തുവാനായിട്ട്. അപ്പൊ ഇതാണ് നമ്മളുടെ അഗ്രികൾച്ചർ കണ്ടെത്തിയോടുകൂടി, അല്ലെങ്കിൽ അഗ്രികൾച്ചർ നമ്മൾ ഏറ്റെടുത്തോടുകൂടി, അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു കൾച്ചർ നമ്മൾ തുടങ്ങുന്നതോട് കൂടിയിട്ട് ഇതാണ് നമ്മുടെ സൊസൈറ്റിയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റം. പവർ ഹൈറാർക്കി കൂടി ഇതോടൊപ്പം ഫോം ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു വിഭാഗം ആളുകൾ ഒരു സ്ഥലത്ത് കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നതിന്റെ ഒരു കാലഘട്ടം വരുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ളിൽ പവർ ഹൈറാർക്കി വരും, അഡ്മിനിസ്ട്രേഷൻ വരും, ഒരു സിറ്റി സ്റ്റേറ്റ് സിസ്റ്റം, അത് ഒരു രാജ്യവ്യവസ്ഥ വരും. അതിനുള്ളിൽ വെൽത്ത് ഉള്ളവരുണ്ടാവും, വെൽത്ത് ഇല്ലാത്തവരുണ്ടായി മാറും. അപ്പൊ ഇങ്ങനെയുള്ള പവർ ഹൈറാർക്കികളും അതുപോലെ തന്നെ മെമ്പേഴ്സിനുള്ളിൽ തന്നെ പല വിധത്തിലുള്ള പവർ സ്ട്രഗിളും ഒക്കെ ഉണ്ടാവുന്നതിന്റെ തുടക്കം ഈ കാലഘട്ടം മുതൽ തുടങ്ങുകയാണ്. എമർജൻസ് ഓഫ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ടു കമ്മിങ് ഓഫ് അഗ്രികൾച്ചർ ഈസ് ഓൾസോ റിലേറ്റഡ് ടു ദ എമർജൻസ് ഓഫ് ലോങ് ടേം പാറ്റേൺ ഓഫ് കോപ്പറേഷൻ. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഈ പറയുന്ന കോർപ്പറേഷനുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞു കോപ്പറേഷൻ, സഹകരണം, ഒരേ വിഭാഗത്തിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ്, ഒരു 100 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഒരു സ്ഥലത്ത് മാത്രമായിട്ട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർ തമ്മിലൊരു സഹകരണം വേണം. അതിനായിട്ട് അവരുടെ ഉള്ളിൽ നിയമങ്ങൾ ഉണ്ടാവുന്നു, അവരുടെ ഉള്ളിൽ വ്യക്തമായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം ഉണ്ടാവുന്നു, അവർക്ക് വ്യക്തമായിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലാംഗ്വേജുകൾക്ക് കൂടുതൽ വലിയ രീതിയിലുള്ള ഡെവലപ്മെന്റ് ഈ കാലഘട്ടത്തിൽ വരികയാണ്. കാരണം ഒരു സൊസൈറ്റി അംഗീകരിച്ചു കൊടുക്കുന്ന ഭാഷ, ഈ പറയുന്ന മീനിങ്ങുകൾ നൽകൽ, എന്താണ് ഓരോരുത്തരും ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവണം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ലാംഗ്വേജും ആർട്സും അതുപോലെ തന്നെ ഈ നിയമങ്ങളും നിയമാവലികളും റൂൾസ്, സെറ്റ് ഓഫ് ലോസ് എന്നുള്ളതൊക്കെ ഈ പറയുന്ന കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്യാണ്. കോഓപ്പറേഷൻ, ആളുകൾ തമ്മിലുള്ള സഹകരണം വളരെ വലിയ രീതിയിൽ കൂട്ടുവാനായിട്ട് ഈ കാലഘട്ടം സാധ്യമാക്കുന്നു. ന്യൂ എപ്പിഡമിക്സ് ആൻഡ് ഡിസീസ്. അപ്പൊ ഇതിന്റെ ഒരു നെഗറ്റീവ് ഫലം എന്ന് പറയുന്നത് ഒരേ സ്ഥലത്ത് ഒരു വിഭാഗം കൂടുതൽ ആളുകൾ ഒന്നിച്ച് ജീവിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അവിടെ ഡിസീസസ് കൂടുതൽ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അവിടെ മലേറിയ, അതുപോലെ തന്നെ ഡെങ്കി, എലിപ്പനി, അതുപോലെ തന്നെ മൊസ്കിറ്റോസ്, കൊതുകുകൾ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ വളരെ വലിയ രീതിയിൽ സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്.
ഇനി അടുത്തായിട്ട് ന്യൂ ഫോംസ് ഓഫ് ഓർഡർ ആൻഡ് ഡിസ്പ്യൂട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു പല വലിയ രീതിയിലുള്ള ഡിസ്പ്യൂട്ട്സ് ഇവരുടെ ഇടയിൽ ഉണ്ടാവും. അപ്പോൾ ആളുകൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവും, അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു സ്റ്റേറ്റ് സിസ്റ്റം, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം കൂടി ഈ കാലഘട്ടത്തിൽ ഉണ്ടാവുകയാണ്. ഇറ്റ് പേവ് വേ ടു ദ ക്രിയേഷൻ ഓഫ് സൊസൈറ്റീസ് ബേസ്ഡ് ഓൺ ഇനീക്വാലിറ്റി. അപ്പൊ ഇനീക്വാലിറ്റി ഹ്യൂമൻ സൊസൈറ്റിയുടെ ഒരു ഭാഗമായിട്ട് മാറുന്നത് ഈ അഗ്രികൾച്ചർ നമ്മൾ സ്വായത്തമാക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫലങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഇന്ന് കാലഘട്ടത്തെ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ സൊസൈറ്റിയുടെ തുടക്കം കുറിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത് ഈ അഗ്രികൾച്ചർ മനുഷ്യർ ഏറ്റെടുക്കുന്ന കാലഘട്ടം മുതലാണ്. ഇപ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് അഗ്രികൾച്ചർ ചൈനയിലും ഇന്ത്യയിലും അതുപോലെ തന്നെ വെസ്റ്റ് ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും മറ്റു പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ അഗ്രികൾച്ചർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫോം ചെയ്യുന്നത് വഴി ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ സ്റ്റേറ്റ് സിസ്റ്റങ്ങളും അതുപോലെ തന്നെ സിവിലൈസേഷൻസ് ഉണ്ടാവാനുള്ള ഒരു കാരണമായിട്ട് ഇതെല്ലാം മാറണം. അപ്പൊ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ തീർച്ചയായിട്ടും സിവിലൈസേഷൻസിനെ പറ്റി പഠിക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഹ്യൂമൻ എവല്യൂഷനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. ആദ്യം നമ്മൾ ഹ്യൂമൻ എന്ന് പറയുന്നത് ഹോമോ ജീനസ്, അതായത് ഹോമോ എന്ന് പറയുന്ന ജീനസിൽ ഉൾപ്പെടുന്ന ഹോമോ നിയാൻഡർതാലൻസിസ്, ഹോമോ എറക്ടസ്, ഹോമോ ഹാബിലിസ് അതുപോലെ തന്നെ ഹോമോ സാപ്പിയൻ എന്നിവയുടെ എല്ലാം എവല്യൂഷണറി ഹിസ്റ്ററിയെ പറ്റി സംസാരിച്ചു. അവയ്ക്ക് ഉണ്ടായിട്ടുള്ള എവല്യൂഷനുകളെ പറ്റി സംസാരിച്ചു. നമ്മൾ സ്റ്റോൺ ടൂളുകളെ പറ്റിയും നമ്മളുടെ കണ്ടുപിടുത്തങ്ങളെ പറ്റിയും മറ്റു ചേഞ്ചസിനെ പറ്റിയും സംസാരിച്ചു. പിന്നീട് നമ്മൾ ഹോമോ സാപ്പിയൻസിന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചേഞ്ച് ആയിട്ടുള്ള ഗ്രേറ്റ് ട്രാൻസ്ഫോർമേഷനെ പറ്റി സംസാരിച്ചു. ഹണ്ടർ ഗ്യാദർ ഗ്രൂപ്പുകൾ ഇന്നും നിലവിലുണ്ട്, പാസ്റ്ററൽ ഗ്രൂപ്പുകൾ ഇന്നും നിലവിലുണ്ട്. അഗ്രികൾച്ചർ പ്രധാനമായിട്ടും ചെയ്യുന്ന, അഗ്രികൾച്ചറിൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന പ്രധാനപ്പെട്ട ഗ്രൂപ്പുകൾ ഇന്നും നിലവിലുണ്ട്. ഇന്ന് നമ്മളൊരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആയിട്ട് ഇന്ത്യയും മാറുന്നുണ്ട്. അപ്പൊ ഇന്ന് ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ സൊസൈറ്റിയിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളുടെയും ജോലി എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ബേസ്ഡ് ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. പക്ഷെ ഈ ഒരു മാറ്റത്തിന് അല്ലെങ്കിൽ ഇന്ന് കാണുന്ന നമ്മുടെ ലോകത്തിന്റെ മാറ്റത്തിലേക്ക് ഇവയെല്ലാം വലിയ രീതിയിൽ വഴിവെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ പറ്റിയുള്ള ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. നമുക്ക് ചെറിയായിട്ട് എക്സസൈസ് നമുക്ക് നോക്കാം. ഒറിജിൻ ഓഫ് ഹ്യൂമൻസ്. അപ്പൊ നമ്മൾ എവല്യൂഷണറി ഹിസ്റ്ററിയെ പറ്റി നമ്മൾ സംസാരിച്ചാണ് ആ ചോദ്യത്തിന് ഉത്തരം. വാട്ട് വി ലേൺ ഫ്രം ഹണ്ടർ ഗ്യാദറേഴ്സ്. അപ്പൊ നമ്മൾ ഹണ്ടർ ഗ്യാദറേഴ്സ് നമ്മൾ പറഞ്ഞു വളരെയധികം കാലഘട്ടം ഈ ലോകത്ത് ഹണ്ടർ ഗ്യാദറേഴ്സ് ലൈഫ് സ്റ്റൈൽ നമ്മൾ ജീവിച്ചിട്ടും നമ്മുടെ ആൻസസ്റ്റേഴ്സ് ജീവിച്ചിട്ടും എൻവയോൺമെന്റലി ഡീഗ്രഡേഷൻ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ വെറും ഒരു 10,000 കൊല്ലം നമ്മളുടെ ഈ പറയുന്ന അഗ്രികൾച്ചർ ആൻഡ് ഈ പറയുന്ന സെഡൻഡറി ലൈഫ് സ്റ്റൈലിൽ കൊണ്ട് നമ്മൾ കൂടുതൽ ഇൻഡസ്ട്രിയലൈസ്ഡ് ആയി അതുപോലെ തന്നെ നമ്മൾ വളരെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഈ ഹ്യൂമൻ നേച്ചറിന് അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റിന് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ഹണ്ടർ ഗ്യാദറേഴ്സ് പഠിക്കേണ്ടതായിട്ടുണ്ടെന്നുള്ള കൂടി നമ്മളിവിടെ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇന്നത്തെ ഹണ്ടർ ഗ്യാദറേഴ്സ് ഗ്രൂപ്പുകളെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ആൻസസ്റ്റേഴ്സ് ജീവിച്ചിരുന്നത് കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വാട്ട് ഈസ് കിൻഷിപ്പ്, ഹൗ ഡിഡ് എമേർജ്. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചാണ്. റോൾ ഓഫ് ലാംഗ്വേജ് ആൻഡ് പ്രോസസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. അപ്പൊ ലാംഗ്വേജ് ആണ് എപ്പോഴും നമ്മളുടെ ഒരു നമുക്ക് വഴികാട്ടിയായിട്ട് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു സോഷ്യൽ ഡെവലപ്മെന്റിന്റെ ഏറ്റവും മികച്ച സൂചിക എന്ന് പറയുന്നത് ലാംഗ്വേജിന്റെ ഡെവലപ്മെന്റ് ആണ്. റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ പാസ്റ്ററൽ നൊമാഡ്സ്. അപ്പൊ നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞു. എന്താണ് അഗ്രികൾച്ചറിന് ഹ്യൂമൻ സൊസൈറ്റിയിലുള്ള പങ്ക് എന്നുള്ളതിനെ പറ്റി നമ്മൾ സംസാരിച്ചാണ്. അപ്പോൾ ഈ ഒരു പാഠം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് പോലെയാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് തന്നെയാണ്, വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് ബേസ് എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ സൊസൈറ്റി ആവുന്നതോടുകൂടി നമ്മുടെ സൊസൈറ്റിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഇനി അങ്ങോട്ട് ഒരു സിവിലൈസേഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. സിവിലൈസേഷനുകളുടെ തുടക്കം ഈ കാലഘട്ടത്തോടു കൂടി കിടക്കുകയാണ്. അതിനുശേഷം നമ്മൾ സ്റ്റേറ്റുകളെ പറ്റി, വ്യത്യസ്ത രാജ്യവ്യവസ്ഥകളെ പറ്റി, വ്യത്യസ്ത എംപയറുകളെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഏൻഷ്യന്റ് ആൻഡ് മോഡേൺ സൊസൈറ്റികളെ പറ്റിയുള്ള പാഠത്തിന്റെ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ബ്രോൺസ് ഏജ് സിവിലൈസേഷനെ പറ്റി സംസാരിക്കുന്നതായിരിക്കും, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ക്ലാസ്സിൽ എല്ലാവരെയും കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.